എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം, സ്വാഗതം. ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രഭാഷണ പരമ്പരയിലെ 5ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായി ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്ന കലാ, സാഹിത്യ, സാംസ്കാരിക സംഘടനയാണ്. മതനിരപേക്ഷതയും സാർവദേശീയതയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മയുടെ മുഖമുദ്രയാണ്. പ്രതിഷ്ഠാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഭാരതീയ കഥകൾ, കവിതകൾ എന്നിവയുടെ ചർച്ചകളും പ്രഭാഷണ പരമ്പരകളും പുസ്തക പ്രകാശനങ്ങളും ഹിന്ദി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹിന്ദി പ്രചാരകർ എന്നിവരെ ആദരിക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അഭിമാനകരമായ പദ്ധതികൾ, ISSN നമ്പറോടുകൂടി പുറത്തിറങ്ങാൻ പോകുന്ന ബഹുമുഖി എന്ന റിസർച്ച് ജേണൽ, ഇവയെല്ലാം ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ ഉജ്ജ്വലമായ അടയാളപ്പെടുത്തലുകളാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ആദ്യമായി എല്ലാവരെയും സ്വാഗതം ചെയ്ത് സംസാരിക്കുന്നത് ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയായ ഡോക്ടർ കെ വനജ ടീച്ചറാണ്. ടീച്ചറെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ പ്രസിഡന്റ് മോഹൻ സാർ, ഇന്നത്തെ മുഖ്യാതിഥി പ്രൊഫസർ സി രാജേന്ദ്രൻ സാർ, ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ മെമ്പേഴ്സ്, മറ്റുള്ള ശ്രോതാക്കളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാനെ സംബന്ധിച്ചിടത്തോളം ഒരു വേറിട്ട അനുഭവമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ സാധാരണ ഒരു ടോക്ക് തരാനായിട്ട് പലരെയും സമീപിക്കുമ്പോൾ അങ്ങനെ ആരും മുതിരാറില്ല. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഒരാളെ വിളിച്ചിട്ട് പിന്നീട് ടോപ്പിക്ക് തരാമെന്ന് പറഞ്ഞ് പിന്നീട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ അദ്ദേഹം എടുത്തില്ല. നമുക്കൊക്കെ വളരെ പരിചിതനായ ഒരാളാണ്. അപ്പോൾ ഈ സന്ദർഭത്തില് നമ്മുടെ സാഹിത്യ സിദ്ധാന്തങ്ങൾ, അതായത് ഭാരതീയ കാവ്യശാസ്ത്രത്തെ ഊന്നിയുള്ള സാഹിത്യ സിദ്ധാന്തങ്ങൾ നമ്മുടെ സാഹിത്യത്തിന്റെ ശരിക്കും ആധാരശില. അതിനെ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് കോളേജിലെ ടീച്ചേഴ്സ്, യൂണിവേഴ്സിറ്റിയിലെ പഠിക്കുന്നവർ, റിസർച്ച് ചെയ്യുന്നവർ എല്ലാവർക്കും സാഹിത്യത്തെ ആഴത്തിൽ നോക്കിക്കാണാനുള്ള ദൃഷ്ടിബോധം ഉണ്ടാകുകയുള്ളൂ. അതിനാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത്, ഒരു വൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷത്തിന്റെ പൂവിനും അല്ലെങ്കിൽ ഇലകൾക്കും ഒക്കെ മരുന്ന് കൊടുക്കുന്ന രീതി, അല്ലെ അതിനെ പുഷ്ടിപ്പെടുത്താനുള്ള രീതിയാണ് കണ്ടുവരുന്നത്. അതിന്റെ വേര് എവിടെയാണെന്നോ വേരിനെയാണ് പുഷ്ടിപ്പെടുത്തുന്നത് എന്നുള്ളതോ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പുതിയ തലമുറയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണിത്. സാഹിത്യ പഠനത്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന ഒരു ച്യുതിയും കൂടി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് ഭാരതീയ സാഹിത്യ സിദ്ധാന്തങ്ങളായാലും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളായാലും എല്ലാം നമ്മൾ തൊട്ടറിഞ്ഞ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പൂർണ്ണത എത്തുകയുള്ളൂ. ഇന്ന് നമ്മൾക്ക് രാജേന്ദ്രൻ സാറ് ധ്വനി ദർശനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഭാരതീയ കാവ്യശാസ്ത്രത്തിൽ കാവ്യാത്മാവ് എന്ന് നമ്മൾ മാനിക്കുന്ന 5 സിദ്ധാന്തങ്ങളുണ്ട്. രസസിദ്ധാന്തം, അലങ്കാര സിദ്ധാന്തം, ധ്വനി, വക്രോക്തി, രീതി, ഔചിത്യം. ഇതിൽ ഇതുവരെയുള്ള പഠനങ്ങളിൽ സാറ് നമ്മളോട് അത് ഊന്നി പറയും. എനിക്കതിനൊന്നും മാത്രം
അതിനുള്ള ഇതൊന്നും എനിക്കില്ല, ആധികാരികതയില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു ചെറിയ അറിവിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ സിദ്ധാന്തങ്ങളിൽ ഏറ്റവും സമ്പൂർണവും വ്യാപകവും സർവമാന്യവുമായി നമ്മൾ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് ധ്വനി സിദ്ധാന്തമാണ്. ധ്വനി സിദ്ധാന്തത്തിൽ കാവ്യത്തിന്റെ ഭാവപക്ഷവും കലാപക്ഷവും ഉചിതമായി സമന്വയിച്ചിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എനിക്കൊന്ന് ഒരു പുതിയ കാവ്യ സിദ്ധാന്തമായിട്ടാണ് ആനന്ദവർദ്ധൻ ഇതിനെ ധ്വന്യാലോകത്തിൽ കൂടി പ്രതിഷ്ഠിച്ചത്. അതും ധ്വന്യാലോകം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തന്നെയാണെന്ന് ആരും പറയുന്നില്ല. അതിനു മുമ്പ് അജ്ഞാതനായ ഏതോ ഒരാളുടെ കൂട്ടത്തിൽ കൂടി കലർത്തിയതാണ് നമ്മുടെ ആനന്ദവർദ്ധന്റെ കാഴ്ചപ്പാടുകൾ എന്നാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ആ ധ്വനി സിദ്ധാന്തം, അതിന്റെ മൂലം തന്നെ നമുക്കറിയാം. ധ്വനി സാധാരണ അർത്ഥം ശബ്ദം എന്നാണെങ്കിലും കാവ്യശാസ്ത്രത്തിൽ ഈ ധ്വനി എന്ന് പറഞ്ഞാൽ ധ്വനിപ്പിക്കുക, വ്യഞ്ജിപ്പിക്കുക, വ്യംഗ്യോക്തിയാണ് ധ്വനി. ഈ വ്യംഗ്യോക്തിയിൽ ആധാരിതമായ കേന്ദ്രിതമായ ധ്വനി സിദ്ധാന്തം. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ശങ്കയുണ്ടാകുന്നതാണ്, കാവ്യത്വം വ്യംഗ്യാർത്ഥത്തിലാണോ അതെയോ വാച്യാർത്ഥത്തിലാണോ, അതെയോ ഇത് രണ്ടും കൂടി സമന്വയിക്കുന്നതിലാണോ കാവ്യത്വം അടങ്ങിയിരിക്കുന്നത്? സാർ ഇതിന്റെ ഉത്തരം പറയുമെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെ അത് മനസ്സിലാക്കി തരുമെന്നുള്ളതാണ് എന്റെ വിശ്വാസം. ആനന്ദവർദ്ധനു ശേഷം ഒത്തിരി അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുകയും ആ വ്യാഖ്യാനത്തിൽ കേന്ദ്രിതമായി എതിർപ്പുകളും യോജിപ്പുകളും ഒക്കെ ഉണ്ടായ ഒത്തിരി ആചാര്യന്മാരുണ്ട്. അതായത് അഭിനവഗുപ്തനെ പോലെയുള്ള ആൾക്കാർ ധ്വനിയിൽ രസത്തിന്റെ സ്ഥാനത്തിന് മഹത്വം കൊടുത്തപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചും അദ്ദേഹത്തെ പ്രതികൂലിച്ചും ഉണ്ടായിരുന്ന ആൾക്കാര് നമ്മുടെ ഇടയ്ക്കുള്ള ആചാര്യന്മാരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന അദ്ദേഹത്തെ എതിർത്ത ഒരു ആചാര്യനായിരുന്നു, അതായത് രസകേന്ദ്രിതമായ ധ്വനിയെ എതിർത്ത ഒരു ആചാര്യനായിരുന്നു മഹിമ ഭട്ട് എന്നും. ആ മഹിമ ഭട്ടിന്റെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ വ്യക്തിത്വ വിവേക അദ്ദേഹത്തിന്റെ പുസ്തകമാണെന്നും ആ പുസ്തകത്തിന്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി നടത്തിയ ഒരു മഹാനായ വ്യക്തിത്വമാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുമാണ് എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്. മഹിമ ഭട്ടിന്റെ പുസ്തകമാണ് കാശ്മീരി വിദ്വാനായ ആചാര്യനായ. അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട്, അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും രസധ്വനിക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കൊണ്ട് രസസിദ്ധാന്തം കൂടുതൽ മറ്റുള്ള സിദ്ധാന്തങ്ങളെക്കാളും നമ്മുടെ മുമ്പില് മഹത്വവൽക്കരിച്ചു വന്നതിന്റെ ഒരു കാരണം ഇതാണെന്ന് പറയുന്നവരുണ്ട്. അതായത് ധ്വനിയും രസവും കൂടെ തമ്മിലുള്ള ബന്ധത്തിന്റെ. ധ്വനിയില് അലങ്കാരമുണ്ട്, രീതിയുണ്ട്, രസമുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും രസധ്വനിക്ക് കൂടുതൽ മഹത്വം കിട്ടിയത് കൊണ്ട് രസസിദ്ധാന്തമാണ് ഏറ്റവും നല്ല, ഏറ്റവും പ്രമുഖമായ സിദ്ധാന്തം എന്ന് നമ്മൾ സ്വീകരിച്ചു വരികയും കൂടി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ എല്ലാം ഏറ്റവും വ്യാപകവും സൂക്ഷ്മവും വിശാലവും സർവമാന്യവുമായ ഒരു സിദ്ധാന്തം ധ്വനി സിദ്ധാന്തമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാൻ സാറിനോട് ഇങ്ങനെ ഇതിൽ കൂടി തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കാവ്യത്വം വ്യംഗ്യാർത്ഥത്തിലാണോ വാച്യാർത്ഥത്തിലാണോ അതെയോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ യോജിച്ചതിലാണോ? ഇന്നത്തെ കാലത്ത് അതിന്റെ പ്രസക്തി, ഇന്നത്തെ സാഹിത്യ അധ്യയനങ്ങളിൽ അതിന്റെ പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ സാർത്ഥകത എന്താണെന്നും കൂടി ഞാൻ ഈ സമയത്ത് ഞാൻ ചോദിച്ചുകൊണ്ട് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. സാറ് സംസ്കൃതത്തിലെ ആഴത്തിൽ സംസ്കൃതത്തെ പഠിച്ച് ആഴത്തിലുള്ള പുസ്തകങ്ങൾ രചിച്ച ഒരു പണ്ഡിതനാണ്. സാറിന്റെ സർവകലാശാല
കോഴിക്കോട് സർവകലാശാലയായിരുന്നു. അവിടുത്തെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റിന്റെ HOD ആയിരുന്നു. മുഖ്യമായ കൃതികള് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു. വ്യക്തി വിവേകായ ക്രിട്ടിക്കൽ സ്റ്റഡീസ് ഇൻ കമ്പാരിറ്റീവ് പോയറ്റിക്സ്, എക്സ്കർഷൻസ് ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, ശിശുപാലവധത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അനേകം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുഖ്യമായത് പദവും പൊരുളും എന്ന കൃതിക്ക് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മറ്റനേകം അവാർഡുകൾ, അതായത് IC ചാക്കോ എൻഡോവ്മെന്റ് അവാർഡ്, കേരള പാണിനി അവാർഡ്, GN പിള്ള എൻഡോവ്മെന്റ് അവാർഡ് തുടങ്ങി ഒട്ടനവധി അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് പ്രൊഫസർ രാജേന്ദ്രൻ സാറ്. അതിനോടൊപ്പം തന്നെ അനേക വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. അനേക അന്തർദേശീയ ജേണലുകളില് അദ്ദേഹത്തിന്റെ വിലപിടിച്ച റിസർച്ച് പേപ്പറുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും സംസ്കൃതത്തിലെ മാത്രമല്ല മലയാളത്തിലെ എന്നും പറയാം, ഇംഗ്ലീഷിലെ എന്നും പറയാം, 3 ഭാഷകളും അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു വിദ്വാനാണ് ശരിക്കും ശ്രീ രാജേന്ദ്രൻ സാറ്. സാറിനെ ഞാൻ എല്ലാ സ്നേഹത്തോടും ആദരവോടും കൂടി ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ അധ്യക്ഷൻ മോഹൻ സാറാണ്. മോഹൻ സാറിനെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യേണ്ടതായിരുന്നു. അധ്യക്ഷനെയാണല്ലോ നമ്മൾ എപ്പോഴും ആദ്യം സ്വാഗതം ചെയ്യുന്നത്. എന്നാലും നമ്മുടെ അതിഥിക്കുള്ള ഇമ്പോർട്ടൻസിനെ മാനിച്ചാണ് നമ്മൾ ആദ്യം അതിഥിയെ സ്വാഗതം. അതിഥി ദേവോ ഭവ എന്ന് നമ്മുടെ ഭാരതം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആപ്തവാക്യമായതുകൊണ്ട് സാറിനെ ഞാൻ ഏറ്റവും ആദ്യം തന്നെ ആ ആദരവോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്തതാണ്. നമ്മുടെ അധ്യക്ഷനായ മോഹൻ സാറ് ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന് എന്നും നട്ടലായി നിന്നുകൊണ്ട് ഞങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ ഒരു വഴികാട്ടിയായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പ്രിയപ്പെട്ട മോഹൻ സാറിനെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തോളൂ. അതിനോടൊപ്പം ഈ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ ഈ ഒരു ശൃംഖലയായി നടത്തുന്ന ഈ പ്രസംഗ ശൃംഖല എപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ ഉത്സാഹത്തോടും കൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർ ബിന്ദുവിനെ പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിന് ഒരു ശൈഥില്യവും വരുത്താറില്ല ബിന്ദു ഒരിക്കലും. എല്ലാ കാര്യവും കൃത്യനിഷ്ഠയോടുകൂടി ബിന്ദുവിനെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. ബിന്ദു അത് കൈകാര്യം ചെയ്തോളും, നമ്മളൊന്ന് രണ്ടാമത് ഓർപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ബിന്ദു മഹാരാജാസ് കോളേജിലെ ടീച്ചറാണ്. ബിന്ദുവിനെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, കോർഡിനേറ്ററാണ്. എന്നിരുന്നാലും പിന്നെ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അതുപോലെ ഇതിന്റെ ശ്രോതാക്കളായിട്ട് പല കുട്ടികളുണ്ട്. അതിലൊപ്പം എനിക്ക് തോന്നുന്നു ഷംസുദ്ദീൻ കുട്ടി എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേക ഒരു ഗസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ പലരും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി ടീച്ചർ. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ പ്രസിഡന്റ് ആദരണീയനായ ഡോക്ടർ എൻ മോഹനൻ സാറാണ്. സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു വലിയ അധ്യക്ഷ പ്രസംഗമൊന്നും ഞാൻ
ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മൾ രാജേന്ദ്രൻ സാറിന്റെ വാക്കുകൾ കേൾക്കാൻ ഇരിക്കുന്നവരാണ്. അദ്ദേഹത്തെ കിട്ടിയത് തന്നെ വാസ്തവത്തിൽ അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ്. ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന് പ്രത്യേകം അഭിനന്ദിക്കാവുന്ന അഭിമാനപൂർവമായ ഒരു കാര്യം കൂടിയാണ്. കാരണം അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല ഇരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഈ സാഹിത്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ്. എനിക്കൊക്കെ നേരിട്ട് അറിയാവുന്നതാണ്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പല സന്ദർഭങ്ങളിൽ വരുമ്പോഴും സാറിനെ ദൂരെ നിന്ന് കണ്ടു, അടുത്ത് നിന്ന് പരിചയപ്പെട്ടിട്ടില്ല, ദൂരെ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ളൂ. ഞാൻ കാരശ്ശേരി മാഷ് എൻ്റെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഞാൻ അവിടെ വരികയും ഇവരൊക്കെ ഈ മലയാളം ഡിപ്പാർട്ട്മെന്റ്, സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് ഒരു അടുപ്പമുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മാത്രമല്ല ഇന്ന് ഈ സാഹിത്യ പ്രതിഷ്ഠാന്റെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീനുണ്ട്, ഷംസുണ്ട്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ അധ്യാപകര്. സാറ് രാജേന്ദ്രൻ സാറിന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നതാണ്, ഇതിലെ അംഗങ്ങൾ മുഴുവൻ അധ്യാപകരാണ്. കോളേജ് അധ്യാപകര്, യൂണിവേഴ്സിറ്റി അധ്യാപകര്, സ്കൂൾ അധ്യാപകര്, പിന്നെ സാഹിത്യത്തോട് താല്പര്യമുള്ള ആൾക്കാർ. ഇതാണ് ഈ ഒരു സദസ്സിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ ഉദ്ദേശിച്ചത്, ടീച്ചർ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പറയുന്നത്, ഞാൻ 35 വർഷത്തെ സർവീസ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനാണ്. അപ്പൊ ഈ അധ്യാപകന് രംഗത്ത് വന്നിരിക്കുന്ന അപജയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മെമ്പേഴ്സായ അധ്യാപകർക്കെങ്കിലും ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവുകയും മറ്റുള്ള അധ്യാപകരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അധ്യാപന രീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയാക്കിയായിട്ടാണ് വാസ്തവത്തിൽ ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഭാരതീയവും പാശ്ചാത്യവുമായിട്ടുള്ള സാഹിത്യ സിദ്ധാന്തത്തെ കുറിച്ച് ഗഹനമായിട്ടല്ലെങ്കിലും സാമാന്യമായ ഒരു ജ്ഞാനം ഉണ്ടെങ്കിൽ സാഹിത്യം പഠിപ്പിക്കാൻ അത് എത്രമാത്രം ഉപകരിക്കുമെന്ന് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലെ ലെക്ചർ സീരീസ് നടത്തുന്നത്. കഴിഞ്ഞ 4 നടന്നതും ഇതേപോലെ സാഹിത്യ സിദ്ധാന്തങ്ങൾ തന്നെയാണ്. ഇനി അങ്ങോട്ടും നമ്മുടെ എം വി നാരായണൻ സാറിനെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് അതിന്റെ തിരക്കിലാണ്. അതുകൊണ്ട് മോഹൻ ഒരു കാര്യം ചെയ്യും, എന്നെ മെയ്യിലേക്ക് വെക്കും, മെയ് മാസത്തിലേക്ക്. അപ്പോഴാണ് വൈസ് ചാൻസലർ ആയത്. എന്തായാലും അങ്ങനെ ആ ശൃംഖല അങ്ങോട്ട് പോകും. എന്തായാലും സാറിനെ കിട്ടിയാൽ വളരെ സന്തോഷം. സാറിന് എന്റെ പേരിലും സാഹിത്യ പ്രതിഷ്ഠാന്റെ പേരിലും അങ്ങേറ്റം നന്ദിയുണ്ട്, അങ്ങേറ്റം സ്നേഹത്തോടുകൂടി ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സാഹിത്യ പ്രണയികളായ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്ന സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞ മുഴുവൻ മറവിലാക്കുന്ന ഒരു തരം കാഴ്ചപ്പാട് എന്നും, പകല് എന്ന് പറഞ്ഞാൽ വെളിച്ചം, യഥാർത്ഥ വസ്തുക്കളുടെ സ്വരൂപം പ്രകാശിപ്പിക്കുന്ന വെളിച്ചം എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് കിട്ടും. അതൊന്നും കവി നമുക്ക് അതിനുള്ളൊരു അങ്ങനെയുള്ള പുളുവൊന്നും തരില്ല. അതൊക്കെ നമ്മളുടെ ഒരു ഭാവന കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഇനി വേറൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഇതില് രാമായണത്തിലുള്ള ഒരു വരിയാണ്. അവിടെ സുമിത്ര പറയാണ്, നമ്മുടെ ലക്ഷ്മണനോട് പറയാണ്, നീ കാട്ടിലേക്ക് പോവല്ലേ, അപ്പൊ അയോധ്യ അടവി വിധി, ആ കാടിനെ നീ അയോധ്യയായിട്ട് കാണണം. മാ വിധി ജനകാൽപജ, സീതയെ നീ ഞാനായിട്ട് കാണണം. രാമൻ ദശരഥൻ വിധി, രാമനെ നീ ദശരഥനായിട്ട് കാണണം. ഇങ്ങനെ പറയുന്നു, വേറൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ പറയാതെ ഒരുപാട് കാര്യങ്ങൾ വരും. അയോധ്യ പറഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും ആവാസമായിട്ടുള്ള അതാണ് അയോധ്യ. അയോധ്യയും അടവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാ ദുരിതങ്ങളുള്ളൂ. പക്ഷെ നീ അവിടെ പോകുമ്പോൾ അതിനെ അയോധ്യയ്ക്ക് തുല്യമായിട്ട് കാണണം. നീ നിന്റെ വിഷമങ്ങളെ പറ്റി പരാതിപ്പെടുകയല്ല വേണ്ട, ഉള്ളതിനെ സ്വർഗമായിട്ട് കാണണം എന്നാണ് പറയേണ്ട അർത്ഥം. അതുപോലെ സീതയെ നീ ഇങ്ങനെയാണ് കണ്ട്, നമ്മുടെ സഹോദരപത്നിയായുള്ള സീതയെ നീ ഞാനായിട്ട് കാണണം, എൻ്റെ അമ്മയായിട്ട് മാതൃതുല്യം കാണണം എന്നുള്ളത് അല്ല പറയുന്നത്. മാതൃതുല്യം കാണണം എന്ന് പറഞ്ഞാൽ അത് പ്ലെയിൻ സ്പീക്കാണ്, അതിൽ വലിയൊരു ഭംഗിയില്ല. മാം വിധി ജനകാത്മജാം, സുമിത്രയായിട്ട് എന്നെ പോലെ കാണണമെന്നും, രാമൻ ദശരഥൻ വിദ്യ പിതൃതുല്യനായിട്ട് നിന്റെ സഹോദരനെ കാണണം എന്ന് പറയുമ്പോൾ പറയാതെ പറയച്ചിലൂടെ കിട്ടുന്ന അർത്ഥങ്ങൾ എല്ലാം നമ്മുടെ മനസ്സിലൂടെ ഒരു ശൃംഖലയായിട്ട് ഇങ്ങനെ വരും. അപ്പൊ ഈ കവിതകൾ നമ്മൾ സാഹിത്യം വായിക്കുമ്പോൾ ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോകാറുണ്ട്. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ കവിത പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും
ഈ ഒരു തലത്തിനെ കുറിച്ച് വേണ്ടത്ര ശ്രദ്ധിക്കുന്നത്. എന്താണ് കവികൾ പറയാതെ നമ്മളോട് പറയുന്നത്, അതിൻ്റെ അപ്പുറത്തുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, എന്തിൻ്റെ ധ്വനികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ആനന്ദവർദ്ധൻ അടിവരവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഈ ഒരു പ്രതീയമാനം പുനരന്യദേവ വസ്തു അസ്തി വാണീഷു മഹാകവീനാണ് അദ്ദേഹം. മഹാകവികളുടെ വാക്കുകളിൽ പ്രതീയമാനം പുനരന്യദേവ വസ്തു അസ്തി, പ്രതീയമാനം എന്ന് പറയുന്ന, വ്യംഗ്യം എന്ന് പറയുന്ന, ധ്വനിക്കപ്പെടുന്ന വേറെ ഒരു അർത്ഥമുണ്ട്, മറ്റൊരർത്ഥമുണ്ട്. യത്തത് പ്രസിദ്ധാവയവാതിരിക്തം വിഭാതി ലാവണ്യമിവാങ്കനാസം. അങ്കനമാരിൽ, വനിതമാരിൽ ലാവണ്യം, സൗന്ദര്യം എങ്ങനെയാണ് പ്രകാശിക്കുന്നത് അതുപോലെ അത് പ്രകാശിക്കുന്നു. പ്രസിദ്ധ അവയവാതിരിക്തം, പ്രസിദ്ധങ്ങളായ അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. പ്രസിദ്ധങ്ങളായ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കവിതയുടെ ഡിസെക്ട് ചെയ്ത് നമുക്ക് കിട്ടുക. സംസ്കൃതക്കാർ പറയും ശബ്ദം കിട്ടും, അർത്ഥം കിട്ടും, ശബ്ദഗുണങ്ങൾ കിട്ടും, അർത്ഥഗുണങ്ങൾ കിട്ടും, ശബ്ദാലങ്കാരങ്ങൾ കിട്ടും, അർത്ഥാലങ്കാരങ്ങൾ കിട്ടും, പിന്നെ രീതികൾ കിട്ടും, വൃത്തി കിട്ടും. ഇതൊക്കെയാണ് നമ്മൾ ഡിസെക്ട് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആത്മാവിനെ പോലെ ഒരു വ്യംഗ്യമായ അർത്ഥമുണ്ട്. സ്ത്രീകളിൽ ലാവണ്യം എന്ന് പറയും. സ്ത്രീകളുടെ ലാവണ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അപഗ്രഥിച്ചാൽ ലഭിക്കാത്തതും അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നതും സഹൃദയന്റെ കാണികൾക്ക് മാത്രം തെളിഞ്ഞു കിട്ടുന്നതുമായിട്ടുള്ള ഒരു തരം അനുഭൂതി വിശേഷമാണ്. അതാണ് ആനന്ദവർദ്ധൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയും ഈ ഒരു വ്യംഗ്യാർത്ഥം കൊണ്ടാണ് വലിയ കവികൾ ഉണ്ടാവുന്നത്. നിത്ര പഞ്ചഷാവ മഹാകവൈതി ഗണ്യന്തി. ഈ അദ്ദേഹം പറയുന്നത് അതിവിചിത്ര കവി പരമ്പരാവാഹിനി സംസാരേ. അതിവിചിത്രന്മാരായുള്ള കവികളുടെ ഒരു പരമ്പരയോട് കൂടിയുള്ളതാണ്. അനേകം 1000 കവികളുണ്ട്. എത്ര കവികൾ നമുക്ക് കണക്കിൽ എടുക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന എത്ര കവികളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെടുത്തൊക്കെ. ഞാൻ മോശമായിട്ടല്ല പറഞ്ഞത്, നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിലൊരു 10 100 കൊല്ലം കഴിഞ്ഞ് എത്ര പേരുടെ സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു നമ്മൾ ആലോചിക്കുന്ന നന്നായിരിക്കും. കഴിഞ്ഞ ഒരു 10 100 കൊല്ലം മുമ്പ് എഴുതിയുള്ള ആളുകൾ എത്ര പേര് ബാക്കി നിൽക്കുന്നു അല്ലെ? മലയാളത്തിൽ എടുത്തു നോക്കുമ്പോൾ എത്ര പേര്, ഒരു കുഞ്ചൻ നമ്പ്യാരോ, ഒരു തുഞ്ചത്തെഴുത്തച്ഛനോ, ഒരു ചെറുശ്ശേരിയോ അല്ലെ, ഒരു പൂന്താനോ, അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ എഴുതി നിൽക്കും. ബാക്കി എത്രയോ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ സാഹിത്യ ചരിത്രത്തിൽ എഴുതുന്ന സമയത്ത് പട്ടിക തിരിച്ചു വരുമ്പോൾ ഇവരും എഴുതി. ഈ ഇംഗ്ലീഷിൽ പറയാനുള്ള ആൾസോറാൻ എന്നൊരു വാക്കുണ്ട്. സാധാരണ മാരത്തോണിലൊക്കെ പോകുന്ന സമയത്ത് കുറെ ആളുകൾ ഓടും. ഓടുന്ന സമയത്ത് 1, 2, 3, 4 നമ്മൾ പറയും. 8, 9, 10 അങ്ങോട്ട് നീണ്ടുപോയവരെയൊക്കെ പറ്റി പറയാറുള്ളത് ആൾസോറാൻ എന്നതാണ്. ഞാൻ കൂട്ടത്തിൽ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, മോശമായിട്ട് പറയല്ല. കവിത എഴുതുന്ന ഒരിക്കലും മോശമല്ല, നല്ലതാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഈ കാലത്തിനൊരു നിർദ്ദയമായിട്ടുള്ള ഒരു മൂല്യവിചാരണ എപ്പോഴും കാലം നടത്താറുണ്ട്. അപ്പൊ അതിൽ എത്ര പേര് ബാക്കി നിൽക്കുന്നു എന്നുള്ളത് കാലം തെളിയിക്കുന്നു. ആനന്ദവർദ്ധൻ അതുകൊണ്ട് ഈ ലോകത്തില് ദിത്ര പഞ്ചഷാവ മഹാകവി ഇത് ഗണ്യന്തി എന്നാണ്. 4 ദിത്ര 2, 3 അല്ലെങ്കിൽ പഞ്ചഷ 5, 6 ഏറിയാൽ 5, 6 പേരെയാണ് മഹാകവികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നി എന്തൊരു പിശുക്കനാണ് അദ്ദേഹം തോന്നുന്നു. പക്ഷെ അത്രയും വലിയൊരു മൂല്യബോധത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത്രയും അങ്ങനെയുള്ളവർക്ക്. അപ്പൊ നിങ്ങൾ മഹാകവി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, വലിയൊരു എഴുത്തുകാരനാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഉപരിതലത്തിലുള്ള കളി കൊണ്ട് പറ്റില്ല എന്നാണ് അർത്ഥം പറയുന്നത്. കാരണം ഈ വ്യംഗ്യമായ അർത്ഥത്തിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള എല്ലാ അംശങ്ങളെയും, കവിതയിലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആവിഷ്കരണോപാധികളെയും ഇതിനെ ലക്ഷീകരിച്ചുകൊണ്ട്, ഇതിനെ ഉന്മുഖീകരിച്ചുകൊണ്ട്, ഇതിലേക്ക് ഓറിയന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് വലിയൊരു കാര്യമാണ്. അത് ആ ഏകാഗ്രതയോട് കൂടിയിട്ട് അങ്ങനെ ഒരു മുഖ്യമായിട്ടുള്ള വ്യംഗ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പറയാതെ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ മുഖ്യമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് സംവിധാനം ചെയ്തിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ നോക്കൂ, ഇന്നത്തെ വലിയ വലിയ നോവലുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അനുഭൂതി, ഒരു ചെറുകഥ, ഇപ്പൊ MTയുടെ ഒക്കെ ലീരട്ടിന്റെ ആത്മാവിനെ പോലുള്ള ഒരു ചെറുകഥ, അല്ലെങ്കിൽ നമ്മൾ ബെന്യാമിന്റെ ആടുജീവിതമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു തരം പ്രത്യേക സവിശേഷമായിട്ടുള്ള അനുഭൂതി. ഈ ഒരു അനുഭൂതി ഒരു സിംഫണി പോലെയാണ്. അതിൻ്റെ ഒരു ശബ്ദമാണ്, ഒരു നാദ വൈഖരി എന്നൊക്കെ നമുക്ക് പറയാം. അതിനെ സൃഷ്ടിക്കുകയാണ്. അതിലുള്ള ഓരോ വശങ്ങളും എടുത്ത് നോക്കുമ്പോഴും ഉണ്ടാവുന്നത്. ഒരു NS മാധവന്റെ കഥയൊക്കെ വായിക്കുമ്പോഴും, അതുപോലെ നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത വായിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇതിനൊക്കെ അപ്പുറത്ത് എന്തോ ഉള്ളതായിട്ട് ഒരു മാന്ത്രിക സ്പർശം, ഒരു ജീനിയസിന്റെ മാന്ത്രിക സ്പർശം നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ആനന്ദവർദ്ധനം പറഞ്ഞ ഇതാണ് ഈ വ്യംഗ്യമായി കാര്യങ്ങളെ പ്രകാശിപ്പിക്കുക.
ഉള്ള കഴിവ്, അതാണ് പ്രതിഭ എന്ന് പറയും. അദ്ദേഹം പറയണത് വെറുതെ ഈ കവിതയുടെ വാച്യാംശമുണ്ട്. ഈ വാച്യാംശത്തിന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രാമറും കുറച്ച് ഡിക്ഷണറിയും ഒക്കെ പഠിച്ചാൽ മതി. പക്ഷെ വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളത് അതുകൊണ്ടൊന്നും കിട്ടില്ല. ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞ ശബ്ദാർത്ഥ ശാസനജ്ഞാന മാത്രേണേ ഈ വന്ന വേദ്യത. ശബ്ദാനുശാസനം, ശബ്ദാനുശാസനം, വ്യാകരണം, അർത്ഥാനുശാസനം, കോശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ്, അമരകോശം പോലുള്ളത്, ഡിക്ഷണറി, അതുപോലെ പിന്നെ ഗ്രാമർ, ഇത് മാത്രം വെച്ചുകൊണ്ട് ആ അർത്ഥത്തിനെ നമുക്ക് അറിയാൻ പറ്റില്ല. വേദ്യതേസത്തു കാവ്യാർത്ഥ തത്വജ്ഞീരേവ കേവലം. ഈ വ്യംഗ്യമായ അർത്ഥത്തിനെ കാവ്യാർത്ഥം മനസ്സിലായുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സഹൃദയന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. സഹൃദയന് ചിലപ്പോൾ വ്യാകരണം എന്ന് അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ അയാൾക്ക് ആ പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണത്. ഇപ്പൊ സാഹിത്യം വായിക്കുന്ന സമയത്ത് ഒരു വലിയൊരു പണ്ഡിതൻ സാഹിത്യം വായിക്കുന്നതും സഹൃദയം സാഹിത്യം വായിക്കുന്നതും വലിയ വ്യത്യാസമുണ്ട്. പണ്ഡിതനായുള്ള ആൾ അതിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ അറിയാം, അയാൾക്ക് ഗ്രാമർ അറിയാം, ഏത് കാലത്ത് എഴുതിയുള്ള ഇതാണ്, ഇത് ഏത് തരം ഭാഷയാണ്, ഏത് കാലത്തുള്ള ഭാഷയാണ് എന്നുള്ളതൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഒരു സഹൃദയനാണെങ്കിൽ അതല്ല. അത് ചിലപ്പോൾ അറിഞ്ഞേക്ക് അയാൾക്ക് താല്പര്യമില്ല, അയാൾ അപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്യും. വാച്യാർത്ഥ വിമുഖാത്മന എന്നാണ് അന്തർദ്ധന് പറഞ്ഞു. വാച്യാർത്ഥത്തിലൊരു വൈമുഖ്യം തന്നെ ഉണ്ടാവത്തര. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നമ്മൾ ഇത് വായിക്കുമ്പോൾ, സാഹിത്യം വായിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് നമ്മൾ നോക്കുക. എന്താണ് ഇതിൻ്റെ ഒരു ആത്യന്തികമായ അർത്ഥവ്യാപ്തി. ആനന്ദവർദ്ധന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആനന്ദവർദ്ധന്റെ ഈ മഹാഭാരത അദ്ദേഹം എപ്പോഴും ഉപയോഗിക്കുന്ന, അദ്ദേഹം കോട്ട് ചെയ്യുന്ന ഒരു പുസ്തകം മഹാഭാരതമാണ്. ഈ മഹാഭാരതത്തിൽ അദ്ദേഹം ഒരു ഭാഗവും എടുക്കുന്നുണ്ട്, ഈ ഗൃധ്ര ഗോമായു സംവാദം എന്ന് പറയും. ഗൃധ്രം എന്ന് പറഞ്ഞാൽ കഴുകൻ, ഗോമായു എന്ന് പറഞ്ഞാൽ കുറുക്കനും കഴുകനും തമ്മിലുള്ള ഒരു സംവാദമാണ്. അപ്പോൾ ഒരു യുദ്ധഭൂമിയിൽ ഒരു യുവാവ് മരിച്ചു വീഴുകയാണ്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കുട്ടി മരിച്ചു വീഴുകയാണ്. ആ സമയത്ത് ആ കുട്ടിയുടെ ചുറ്റും, ആ ചെറുപ്പക്കാരന് ചുറ്റും സന്തപ്തരായിട്ടുള്ള ബന്ധുമിത്രാദികളെല്ലാവരും കണ്ണീര് വാർത്തുകൊണ്ടിങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഗൃധ്ര ഗോമായ സംവാദത്തിലുള്ളത്. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഈ കഴുകൻ പറയാണ്, അലം സ്ഥിത്വാ ശ്മശാനേസ്മി, ഈ ശ്മശാനത്തിൽ എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അത് സർവഭൂത ഭയങ്കരമായിട്ടുള്ള, എല്ലാ ഭൂതങ്ങൾക്കും പേടിപ്പെടുത്തുന്ന ഈ ശ്മശാനത്തിൽ എന്തിനു നിങ്ങൾ നിൽക്കുന്നു? നിങ്ങൾ അടുത്ത് ഈ കുട്ടി വലിയ വീരനായിരുന്നു, പക്ഷെ അവനിത് മണ്ണടിഞ്ഞു പോയി, നാളെ അവൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എത്ര കരഞ്ഞാലും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് പിരിഞ്ഞു പോകുമെന്ന് പറയണം. അത് കേട്ടിട്ട് അവർ പിരിഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുറുക്കൻ എൻ്റെ ഊഴായി. കുറുക്കൻ പറഞ്ഞു, കുരുത സാമ്പ്രതം, ദയ കാണിക്കൂ, ഈ കുട്ടിത മരിച്ചു കിടക്കുകയാണ്. അവനെ ഇനി നാളെ നിങ്ങൾ പ്രഭാതമാകുമ്പോൾ സൂര്യോദയത്തിൽ ഒരിക്കലും അവൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ സൂര്യാസ്തമയം വരെയെങ്കിലും ഇവിടെ നിൽക്കൂ, അതിനുശേഷം പിരിഞ്ഞു പോയാൽ മതി. പ്രാണിനാം ഗതി ഈദൃശി, പ്രാണികളുടെ ഗതി ഇത്തരത്തിലുള്ളതാണ്. നിൽക്കൂ, ഇവിടെ പോരുത്, കരുണയില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിക്കാം. മറ്റുള്ളവരൊക്കെ പിരിഞ്ഞു പോകുമോ, നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. വീണ്ടും അവരവരുടെ ഡയലോഗ് തുടങ്ങുകയാണ്. വീണ്ടും കഴുകൻ്റെ ഊഴായി, വീണ്ടും കുറുക്കൻ, ഇങ്ങനെ നീണ്ടു പോവാണ്. ഇതാണ് ഗൃധ്ര ഗോമായു സംവാദം. ഈ ഒരു ഭാഗം എടുത്തിട്ട് ആനന്ദവർദ്ധന എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഇതിലൊരു വലിയ കാര്യമുണ്ട്. ഈ കഴുകനും കുറുക്കനും രണ്ടിനും രഹസ്യ അജണ്ടകൾ ഉണ്ടെന്നുള്ളതാണ്. കഴുകനെ സംബന്ധിച്ചിടത്തോളം ഈ കുറുക്കൻ അവിടെ ഈ ബന്ധുമിത്രാദികളൊക്കെ കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവന് ആവശ്യമായിട്ടുള്ള ഈ കുട്ടിയുടെ മൃതശരീരം ഭക്ഷിക്കണം, അതാണ് അവൻ്റെ അജണ്ട. അതിന് ബന്ധുമിത്രാദികൾ നിന്ന് ശരിയല്ല. അപ്പോൾ അവരെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം. അതാണ് കഴുകൻ്റെ ഒരു മനസ്സിരിപ്പ്. കുറുക്കൻ്റെ മനസ്സിരിപ്പ് എന്താണെന്ന് വെച്ചാൽ, പകല് ഈ ശവശരീരം തിന്ന് തീർക്കാതെ, ഈ കഴുകൻ തിന്ന് തീർക്കാതെ കിട്ടിയ രാത്രിയിൽ കഴുകൻ പോയിക്കോളൂ, അതിന് കണ്ണ് കാണില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഊഴായി, അപ്പോൾ എനിക്ക് കിട്ടാമെന്നുള്ളതാണ്. ഇതാണ് രണ്ടുപേരുടെയും സങ്കല്പം. ഇത് വെച്ചിട്ടാണെങ്കിൽ വലിയ ദർശനങ്ങളൊക്കെ പല രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വലിയ തരത്തിലുള്ള ആദർശ പ്രസംഗം ചെയ്യുന്നത് തങ്ങളുടെ രഹസ്യ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു വായനക്കാരൻ്റെ മനസ്സിൽ എന്തുണ്ടാവും എന്നുള്ളത് ആനന്ദവർദ്ധനും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാതാവായിട്ടുള്ള അഭിനവത്തിനും പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഒരു
മരിച്ചു പോയിട്ടുള്ള നമ്മളെപ്പോലെ നമ്മളും മരണത്തിൽ നിന്ന് മുക്തരായിട്ട് ഒരു പ്രാണിയും ഈ ലോകത്തിലില്ല. അവർ മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശവശരീരത്തിന് വേണ്ടിയിട്ട് വില പേശുന്നുണ്ടല്ലോ ഈ ആളുകളെല്ലാം, ഈ തിരിയകളും എല്ലാം. ഇങ്ങനെയുള്ള ഈ ലോകത്തിന് എന്താ അർത്ഥം? ഒരു നൈരർത്ഥ്യ പ്രതീതി നമുക്കുണ്ടാവുന്നു. അങ്ങനെ അവസാനം നമ്മൾ ശാന്തരസത്തിൽ എത്തിച്ചേരുന്നു എന്നാണ്. ഇവിടുത്തെ ശാന്തരസമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പറയാതെ നിങ്ങൾക്ക് കിട്ടുന്ന അർത്ഥമാണ്. ഇതാണ് ദുർബലൻ. ഇങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാഹിത്യകൃതികളെ നമ്മൾ വായിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം. കവികൾ പറഞ്ഞത് നമ്മൾ പലപ്പോഴും മിസ്ലീഡ് ചെയ്യും. കവികൾ പലപ്പോഴും പറയുന്ന വാച്ചിയായിട്ട് പറയുന്നതിൽ നിന്ന് ചിലപ്പോൾ നേരെ വിപരീതമായിരിക്കും. അനന്തവർദ്ധനൻ തന്നെ പറയും, ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. ഒരു നായിക ഒരു ഉദാഹരണം കൊടുക്കുക. നായിക പറയാണ് ഈ നായകനായിട്ട് എന്തോ പിണങ്ങി. അത് അദ്ദേഹം വന്ന സമയത്ത് പൊക്കോളും, എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ എന്നെ ഇനി പ്രസാദിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഇനി മെനക്കെടേണ്ടതില്ല, അങ്ങയുടെ മറ്റേ അങ്ങക്ക് പ്രിയപ്പെട്ട വേറൊരുത്തി ഉണ്ടല്ലോ അവിടെ നിന്നല്ലേ വന്നത്, അവളെങ്കിലും വിഷമിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടാൽ എന്താ അതിന്റെ വ്യംഗ്യാർത്ഥം എന്ന് ചോദിച്ചാൽ, പൊക്കോള് പറഞ്ഞു ഓ ശരി ഇവളും എനിക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണെങ്കിൽ അയാൾ ഇപ്പോൾ വീട്ടിൽ ലോകത്തിലുണ്ടാവില്ല. നേരെ മറിച്ച് ഇതെന്താ വെച്ചാൽ അവളുടെ പരിഭവം പറയുന്നതാണ്. പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പൊയ്ക്കോളൂ എന്നല്ല അർത്ഥം, എന്നോട് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നാണ് അർത്ഥം എന്നുള്ളത് കുറച്ച് നേരം ആലോചിച്ചാൽ നമുക്ക് കിട്ടുന്ന അർത്ഥമാണ്. പ്രത്യേകിച്ച് ആധുനിക കവിതയൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ അധ്യാപകരായുള്ള ആളുകൾ പണ്ട് കുഞ്ഞിരാമൻ നായർക്ക് ഇതുണ്ടായി. കുഞ്ഞിരാമൻ നായർ ഒരു കവിത 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ വെച്ചപ്പോൾ ഒരു അധ്യാപകന് തീരെ മനസ്സിലായില്ല. എന്നിട്ട് അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് സാർ അതെന്താ അതിന് അർത്ഥം ചോദിച്ചു. കുഞ്ഞിരാമൻ നായർ ദേഷ്യം വന്നത്, അതിനൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞോടോ താൻ പറഞ്ഞാണ് കഥ. അപ്പൊ അങ്ങനെ വരും. കാരണം കവികളോട് അർത്ഥം ചോദിക്കാൻ പാടില്ല. കവികൾ ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് അവരിത് നിവൃത്തിണ്ടെങ്കിൽ ഇത് പറയില്ല. ഇപ്പൊ കവികളോട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് NS മാധവന്റെ ഒരു കഥ ഉണ്ട്. അതിൽ ഈ മുയൽവേട്ട ഒരു കുട്ടീനെ അറസ്റ്റ് ചെയ്ത് അവൻ കവിയാണ്. അപ്പൊ അവനോട് എന്താണ് അതിന്റെ അർത്ഥം എന്ന് പോലീസുകാരൻ ചോദിക്കണം. അപ്പൊ സാറെ കൊന്നോളൂ, അതിന്റെ അർത്ഥം മാത്രം ചോദിക്കരുത് എന്നവൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ശരിയാണ്, അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് കൂടി സാർ ഇവിടുന്ന് പറഞ്ഞു പോയാൽ മതി എന്ന് ഒരു കവിയോടും ഒരു അനുവാചകം ചോദിക്കുന്നതും ശരിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് കാരണം. അതിന് സംസ്കൃതക്കാർ ഇതിന് ഒരു വാക്ക് കൊടുക്കും, വ്യംഗ്യമര്യാദ എന്ന് പറയും. വ്യംഗ്യമര്യാദയായിട്ട് ഞാൻ വേറൊരു സ്റ്റോറി വേണമെങ്കിൽ പറയാം. ഇത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വരുന്നത്. ഇപ്പോൾ ഡോക്ടർ S രാധാകൃഷ്ണനും പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും കൂടിയുള്ള സമയത്ത് ഉണ്ടായൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ രാധാകൃഷ്ണൻ വളരെ പങ്ക്ച്വാലിറ്റിയിലാണ്. അദ്ദേഹം കൃത്യസമയത്ത് വരും എവിടെ ചെന്നാലും മീറ്റിങ്ങിൽ. നിങ്ങൾക്ക് അറിയാലോ, പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് പ്രൈം മിനിസ്റ്ററെക്കാട്ടിലും ഉയർന്ന സ്ഥാനത്തുള്ള ആൾ. അങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ. രാധാകൃഷ്ണൻ വന്നിരിക്കുന്നു, നെഹ്റു വന്നിട്ടുണ്ടാവില്ല. നെഹ്റു കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ചിരിച്ച് അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ലോകിയൊക്കെ പറഞ്ഞ് അവിടെ എത്തും. അപ്പോൾ ഒരു തവണ വന്നു, 2 തവണ വന്നു, 3ാമത്തെ തവണ ഇപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണന് കുറച്ചൊരു അസ്വാസ്ഥ്യം ഉണ്ടായി. പക്ഷേ അദ്ദേഹം ഒരു ദാർശനികനാണ്. അദ്ദേഹത്തിന് നെഹ്റുവിനോട് വേണമെങ്കിൽ പറയാം, ഒരു മെമ്മോ വേണമെങ്കിൽ അയക്കാൻ, നിങ്ങൾ ഈ ചെയ്ത് ശരിയായില്ല, യു ഷുഡ് ഒബ്സർവ് ദ പ്രോട്ടോകോൾ, യു ഷുഡ് റെസ്പെക്ട് ദ പ്രോട്ടോകോൾ, ഐ ആം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പദവിയുടെ ഒരു ഗ്രേറ്റ്നെസ് പോവുകയും ചെയ്യും. രാധാകൃഷ്ണൻ വെറുതെ ഒന്നും ചെയ്തില്ല. നെഹ്റു വരുന്ന സമയത്ത് വെറുതെ വാച്ചൊന്ന് നോക്കി അവിടെ നെഹ്റുവിന് പിടികിട്ടി. അദ്ദേഹം വ്യംഗ്യമര്യാദ അറിയുന്ന ആളാണ്. അതിനുശേഷം ഒരിക്കലും നെഹ്റു സമയം ഈ വന്നിട്ടില്ല എന്നാണ് കഥയല്ല ശരിക്കുണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ പലതരത്തിൽ അതുണ്ട്. അപ്പോൾ നിങ്ങളോട് വളരെ ഉച്ചത്തിൽ ഒരാൾ സംസാരിക്കുക വരിക, നിങ്ങൾ അയാളോട് മറുപടി പറഞ്ഞ് വളരെ ഒരു എന്താ പറയുക ദളമർമ്മരം പോലെ പറഞ്ഞ അയാൾക്ക് മനസ്സിലാവും അയാളുടെ ചൂടൊന്നും നിങ്ങളെ ഏശാൻ പോകുന്നില്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലാവും. അയാൾ താഴ്ന്ന സ്ഥായിലേക്ക് വരും. അല്ലേ, അതൊക്കെ വ്യംഗ്യമായിട്ട് വരുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ വ്യംഗ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ബർണാഷയെ പറ്റി ഒരുപാട് കഥകളുണ്ട്. അദ്ദേഹം വ്യംഗ്യമായിട്ടാണ് കാര്യങ്ങൾ പറയും. അദ്ദേഹം ഒരിക്കലും ലൈബ്രറിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിനോട് ലൈബ്രറിയും പറഞ്ഞു തരാൻ, മിസ്റ്റർ ഷാ ഐ ആം ടോളർ ദാൻ യു എന്ന് പറഞ്ഞു. മിസ്റ്റർ ഷാ ഐ ആം ടോളർ ദാൻ യു, എനിക്ക് അങ്ങേക്കാൾ ഉയരേണ്ടതെന്നാണ് ടോളർ എന്ന് പറയുന്നത്. ശരിയാണ്, ഉയരണ്ട്. അപ്പോൾ ഷാ എന്താ പറഞ്ഞതെന്നറിയാം? ഷാ പറഞ്ഞത് നോ നോ നോ, യു ആർ ഓൺലി ലോങ്ങർ ദാൻ മീ എന്നാണ്. യു ആർ ഓൺലി ലോങ്ങർ ദാൻ മീ. എന്താ ടോളറും ലോങ്ങറും തമ്മിൽ വ്യത്യാസം? വലിയ വ്യത്യാസമുണ്ട്. ടോൾ എന്ന് പറഞ്ഞാൽ ഔന്നത്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ലോങ് എന്ന് പറഞ്ഞു വെച്ചാൽ അതൊരു അളവ്, ഒരു മെട്രിക്കൽ അളവ്. മെട്രിക്കൽ അളവ് വെച്ചിട്ട് നിങ്ങൾ എന്നെക്കാളിലും കുറച്ച് നീളം കൂടുതലുണ്ട്, അതുകൊണ്ട് എന്താ കാര്യമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ചെറിയ ചെറിയ ഉദാഹരണങ്ങളാണ്.
അപ്പൊ അത് ഇങ്ങനെ നമ്മൾ സാഹിത്യം ഇപ്പോൾ ഷേക്സ്പിയറോ കാളിദാസനൊക്കെ എന്ത് പറയുമ്പോഴും ഒരു അലങ്കാരമൊക്കെ പറയുന്ന സമയത്തൊക്കെ വളരെ സൂക്ഷിക്കണം നമ്മൾ. ഇത് എന്തൊക്കെയാണ് ഉദ്ദേശിച്ചുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ദശരഥൻ മരിച്ച് എന്നിട്ട് വിധവകളായിട്ടുള്ള അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷ്മണനും പിന്നെ അതുപോലെ ഈ ശ്രീരാമനും കൂടി വരികയാണ്. വിധവ രണ്ടമ്മമാരാട്ടോ. കൈകയുടെ അടുത്തേക്ക് പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് എങ്ങനെയാണ് ഇവരെ കണ്ട സമയത്ത് ഭർത്തുപ്രണാശാദ ശോചനീയം ദശാന്തരം തത്ര സമം പ്രപന്യ അവശ്യത ദാശരഥി ജനന്യോ അവശ്യത. ദശരഥന്റെ പുത്രന്മാരായുള്ള അവർ രണ്ടുപേരും അമ്മമാരെ കണ്ടു. എങ്ങനെ? ഭർത്തുഹു പ്രണാശ, ഭർത്താവ് മരിച്ചതുകൊണ്ട് ശോചനീയമായ ദശയെ പ്രാപിച്ചിട്ടുള്ളവരാണ് അത്ര അവര്. എങ്ങനെയാണല്ലോ ഒരൊറ്റ അലങ്കാരാണ്. ഛേദാദിവ ഉപഘ്നതരോഹോ വ്രതത്യോ. ആശ്രയവൃക്ഷത്തിനെ വെട്ടിക്കളഞ്ഞാൽ അതിലുണ്ടാകുന്ന വള്ളികളെ പോലുള്ളവരാണ് അത്ര. ഒന്ന് ആലോചിച്ചു, എന്താ ഈ അലങ്കാരത്തിന്റെ ഒരു ഭംഗി. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു മരത്തില് രണ്ട് വള്ളികൾ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ്, പുഷ്പിച്ചു നിൽക്കുന്ന വള്ളികൾ. ആ മരം അടിയിൽ വെട്ടിക്കളയുന്നു. ഈ വള്ളികളുടെ സ്ഥിതി എന്തായിരിക്കും? ഈ അവസ്ഥയാണ്. ഒരൊറ്റ ഉദാഹരണം മതി നമുക്ക്. അതിങ്ങനെ നിങ്ങളിങ്ങനെ അപഗ്രഹിച്ച് പോകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അർത്ഥരാശികളും അവസാനം നമ്മൾ ആ കരുണരസത്തിന്റെ പാരമ്യത്തിൽ എത്തിച്ചേരും. ഇതാണ് ആനന്ദവർദ്ധൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ വാച്യാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യംഗ്യമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിന് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ധ്വനി എന്ന് പറയുന്നത്. ഇതിനെ വ്യംഗ്യാർത്ഥം ധ്വനിയും തമ്മിലൊരു ചെറിയൊരു വ്യത്യാസം കൂടി ഉണ്ട്. ധ്വനി രണ്ടും ഒരർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ടെങ്കിലും വ്യംഗ്യാർത്ഥം ഉണ്ടായാൽ മാത്രം പോരാ, വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടാവും വേണം. അത് അദ്ദേഹം പറയുന്നത്. വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ ധ്വനി എന്ന് പറയാൻ പറ്റുള്ളൂ. ചില സമയത്ത് വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഈ പിന്നീട് ജഗന്നാഥ പണ്ഡിതനൊക്കെ പറയും, ദുർദൈവവശ ദാസ്യമള അനുഭവ രാജ്യകളത്ര വിവാഹം. നിർഭാഗ്യം കൊണ്ട് ദാസിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന രാജപത്നിയെ പോലെയാണ് അത്ര വ്യംഗ്യാർത്ഥം ചിലപ്പോൾ വരുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കണ്ടില്ലേ, പരസ്യമൊക്കെ കേൾക്കാറുണ്ട് നമ്മുടെ ടി വിയിലും പറ്റും. ചിലപ്പോൾ രവിശങ്കറിന്റെ സിത്താറായിരിക്കും, അത് കേൾക്കാൻ നമുക്ക് വലിയ മോഹം ഉണ്ടാവും. പക്ഷെ ഈ ടൂത്ത് പേസ്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ടാണ് വിചാരിക്കുക. അപ്പൊ അപ്പോഴും നമ്മൾ ആസ്വദിക്കുക, അയ്യോ ഇതായിരുന്നു മെയിനെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും ഇല്ലേ. ഇതേപോലെ കവികൾ ശ്രദ്ധക്കുറവുകൊണ്ട് വ്യംഗ്യ പ്രധാനപ്പെട്ട കാര്യത്തിന് ഒരു പ്രാധാന്യം കുറഞ്ഞു പോയാല് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ സാഹിത്യത്തൊക്കെ എടുത്ത് നോക്കുമ്പോൾ സാഹിത്യത്തിന് പല അംശങ്ങളുണ്ട്. സാഹിത്യത്തിന് ഒരു സമൂഹത്തിനെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. പക്ഷെ അതേസമയം തന്നെ സാഹിത്യമായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ്. സാഹിത്യമായിരിക്കണം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ആഴത്തിലുള്ള വൈകാരിക അനുഭൂതികളെ പ്രകാശിപ്പിക്കാനുള്ള കഴിവ്, അതിൻ്റെ ഒരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്നതാണ് ഈ പറഞ്ഞ സാമൂഹ്യ ദൗത്യം മറ്റൊന്ന്. മറ്റേലും ഊന്നിയാൽ സാഹിത്യം അല്ലാതായി തീരാനുള്ള വലിയ സാധ്യതയുണ്ട്. അത് അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വ്യംഗ്യാർത്ഥം മാത്രം ഉണ്ടായാൽ പോരാ, ആ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ ധ്വനി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ വ്യംഗ്യാർത്ഥം എന്നുള്ളത് പല തരത്തിലുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യംഗ്യാർത്ഥം വൈകാരിക ഡോക്ടർ വഞ്ചക്ക് പറഞ്ഞ പോലെ രസധ്വനി എന്ന് പറയുന്നത്. ഏത് വിശ്വോത്തരമായ സാഹിത്യം എടുത്ത് നോക്കാനും അവസാനം ഇപ്പോൾ ഷേക്സ്പിയറുടെ ട്രാജഡികളിലൊക്കെ നിങ്ങൾ വായിച്ചു നോക്കും. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഒരു ദുരന്താവോതായോ, പാശ്ചാത്യ കഥാർസിസ് എന്ന് പറയും. നമ്മൾ പറയുന്ന ഇതിൽ കരുണരസത്തിന്റെ ഇപ്പോൾ ഒഥല്ലോ വായിക്കുന്ന സമയത്ത് നമുക്ക് കരുണരസത്തിന്റെ ഇങ്ങനെ ഒരു നിസ്സഹായയും നിരപരാധിയും ഗുണസമ്പന്നയായിട്ടുള്ള ഒരു നായികയ്ക്ക് ആരുടെയൊക്കെയോ കുതന്ത്രങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നുവല്ലോ. കിങ് ലിയർ എടുത്തു നോക്കൂ, എല്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടി ഭരിച്ചു നൽകിയിട്ട് അവസാനം ഒരു കോയിച്ചൊരിയുന്ന ഒരു രാത്രിയിലുള്ള മഴയുള്ള ഒരു ഘോരാന്ധകാര നിബിഡമായ ഒരു രാത്രിയിൽ നിരാലംബനായിട്ട് വീട് വിട്ടിറങ്ങുന്ന ലിയർ രാജാവിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടാവുക? അതൊക്കെയാണ് ഷേക്സ്പിയർ ഇതൊക്കെ മനുഷ്യ വികാരങ്ങളാണ്, മാനുഷിക വികാരങ്ങളെയാണ് ഈ എഴുത്തുകാരൊക്കെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്. ഏത് കാലത്ത് എടുത്തു നോക്കുമ്പോഴും ഇത് തന്നെയാണ്. അത് ഇന്നത്തെ കാലത്തും അതന്നെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു വൈകാരികമായ അനുഭൂതിയെ പ്രകാശിപ്പിക്കുന്ന അതാണ് രസധ്വനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ കവിതയുടെ ആത്മാവ് രസധ്വനിയാണെന്ന് പറയുന്നത്. രസം അദ്ദേഹം അതിന് ഉദാഹരണം കൊടുക്കുന്നതന്നെ ആദികവിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം.
കാവ്യസ്യാത്മാ സയേ വാർത്ത, കവിതയുടെ ആത്മാവ് അത് തന്നെയാണ്, ഈ രസധ്വനി തന്നെയാണ്. അങ്ങനെയാണ് ഈ ആദികവിയായിട്ടുള്ള വാൽമീകിയുടെ രാമായണം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാമായണം ഉണ്ടായത്? ക്രൗഞ്ചദ്വന്ദ്വ വിയോഗോത്ത ശോക. ആ ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ വേടൻ അമ്പെയ്ത് കണ്ട് മറ്റേ അത് പെടഞ്ഞ് വീണ് മരിക്കുന്ന, രക്തരൂഷിതമായിട്ട് അത് മരിക്കുന്നത് അത് കണ്ടിട്ട് അടുത്ത് കണ്ണുനീർ തൂകി ഉറക്കം കരയുന്ന അതിൻ്റെ ഇണപ്പക്ഷിയെ കണ്ടിട്ട് അതിൻ്റെ ദുഃഖത്തിൽ നിന്നാണ് ആദികവിയിൽ നിന്ന് ആദ്യമായിട്ട് കവിത ഉണ്ടാവുന്നത്. അതാണ് അത്ര ലോകത്തിലെ ആദ്യത്തെ കവിത എന്നാണ് നമ്മുടെ ഇന്ത്യൻ സങ്കല്പം. അത് അപ്പൊ അതില് അങ്ങനെയാണ് മാനിഷാദ പ്രതിഷ്ഠാന്തം അഗമ ശാശ്വതി സമാഹ ക്രൗഞ്ചം ഇതിനാദേഹം അവധി കാമമോഹിതം എന്നുള്ളതാണ് വരികൾ. അപ്പൊ അത് ഈ വരികൾ അപ്പൊ വായിച്ച അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നത് ഒരു തരം സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയില്ല വേർഡ്സ് ഓഫ്, അതുപോലെ അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് ആനന്ദവർദ്ധനൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അത്ഭുതമായി, വാൽമീകി തന്നെ അത്ഭുതമായി. എന്താണ് ഇങ്ങനെയൊന്നും ഞാൻ മുൻകൂട്ടി ആസൂത്രണമൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഈ അദ്ദേഹം വാൽമീകി പറയും പാദപത്വം അക്ഷരസമ തന്ത്രീലയ സമന്വിത, പാദങ്ങളായിട്ട് തിരിഞ്ഞിട്ടുള്ളതും അക്ഷരങ്ങൾ തുല്യമായ എട്ടെട്ട അക്ഷരങ്ങളോട് കൂടിയും തന്ത്രീലയ സമന്വിതം, വീണയുടെ നാദം പോലെ മനോഹരമായിട്ടുള്ളത്. ഇത് ശ്ലോകം, ഇതിന് ഞാൻ ശ്ലോകം എന്ന് പേരിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശ്ലോകാർത്ഥസ്യ പ്രവൃത്തമേ ശ്ലോകോഭവത്വം, ഇത് ശ്ലോകമാവട്ടെ. അങ്ങനെയാണ് ശ്ലോകം ഉണ്ടാവുന്നത്. ആദ്യത്തെ ശ്ലോകം അങ്ങനെ ഉണ്ടാവുന്നത്. ആ ദുഃഖവും കൊണ്ട് അദ്ദേഹം അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ സീതയെ കാണുന്നത്. അപ്പൊ സീതയെ കാണുന്ന സമയത്ത് ഈ ദുഃഖം, അദ്ദേഹത്തിൻ്റെ ഉല്ലാസ ദുഃഖം അത് ശതഗുണീഭവിക്കുന്നു. ആ ദുഃഖം കരുണരസമായി തീരുന്നു. ആ കരുണരസത്തിൽ നിന്നാണ് ആദികവിയുടെ ആദികാവ്യം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പണ്ടുള്ള ഒരു രാമായണത്തിനെ കണ്ടിരുന്നത്. ആ സീതയുടെ അത്യന്ത വിയോഗം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. സീത അത്യന്ത വിയോഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ഒരിക്കലും അവർ തമ്മിലൊരു സമാഗമം ഇല്ലാത്ത വിധത്തില് അവർ തമ്മിൽ വേർപിരിയുന്നതാണ് വാൽമീകി വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ക്രൗഞ്ചത്തിന്റെ ദുഃഖത്തിൽ നിന്ന് തുടങ്ങി ഭൂമിപുത്രിയായ സീതയുടെ ദുഃഖം തിരോധാനത്തിൽ അവസാനിക്കുന്ന ഇതാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഒരു വൈകാരികമായ ഒരു ബന്ധമുണ്ട്, ഭാവബന്ധം അതിലുണ്ട്. അത് നമ്മൾക്ക് വലിയ കൃതികളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ളൊരു ഭാവബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ഭാഗം എങ്ങനെയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് രസധ്വനി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് അദ്ദേഹം മഹാഭാരതത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. മഹാഭാരതത്തിൽ എന്താണ് അതിൻ്റെ വ്യംഗ്യമായ അർത്ഥം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവസാനം അദ്ദേഹം പറയും ഈ മഹാഭാരതത്തിൽ ഒരുപാട് വംശാവലികളും പല പല കഥകളും പല യുദ്ധങ്ങളും പരാക്രമവും എല്ലാം വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വർണ്ണിച്ചിട്ടൊക്കെ അവസാനം ആയിട്ട് എന്താ വർണ്ണിച്ചാല് എല്ലാവരും നശിച്ചു പോകുന്നതാണ് അതിൽ വർണ്ണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിക്കുകയാണെങ്കിൽ വൃഷ്ണി പാണ്ഡവ വിരസാവസാന വൈമനസ്യദായിനി സമാപ്തി എന്നാണ്. വൃഷ്ണികളുടെയും പാണ്ഡവന്മാരുടെയും വിരസമായ അവസാനം. എന്താ വിരസമായ അവസാനം? കുട്ടികൃഷ്ണന്മാരാൽ പറയും ട്രാജഡി. അതാണ് ട്രാജഡി, വിരസാവസാനം. അദ്ദേഹം കൊടുക്കുന്ന പേര്, ആനന്ദവർദ്ധന കൊടുക്കുന്ന പേര് വിരസാവസാനം. ആ വിരസാവസാനം കൊണ്ടുള്ള വൈമനസ്യത്തിന് ഉണ്ടാക്കുന്ന ഇതാണ് അത്ര ഇതിൻ്റെ അവസാനം, മഹാഭാരതത്തിന്റെ അവസാനം. അങ്ങനെ എന്തിനാണ് വ്യാസൻ അതിനെ വർണ്ണിച്ചത് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. ആ വർണ്ണിച്ചതിൻ്റെ അർത്ഥം ഈ പറഞ്ഞിട്ടുള്ള ഈ പ്രാപഞ്ചിക ജീവിതത്തിൽ മതിമറന്ന് നിങ്ങൾ ധർമ്മ അർത്ഥകാമങ്ങളിൽ മാത്രം മുഴുകി സ്വാർത്ഥ ചിന്തയാൽ മാത്രം കാലം നയിക്കുകയാണെങ്കിൽ അത് മുഴുവൻ അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒന്നും ശാശ്വതമല്ല എന്നുള്ള ഒരു സന്ദേശം, ശാന്തരസവും ആണ് ഇത് പ്രകാശിപ്പിക്കുന്നത് എന്ന രീതിയിലാണ് ഒരു യുദ്ധത്തിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞിട്ട് കുട്ടികൃഷ്ണന്മാരെ എഴുതിയിട്ടുണ്ട് ഭാരത പര്യടനത്തിൽ. അത് ഈ ഹൃദയം കണ്ടിട്ടാണ്, ആനന്ദവർദ്ധന്റെ ഹൃദയം കണ്ടിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ വാൽമീകിയുടെ ഹൃദയം, ഈ പറഞ്ഞ ഹൃദയം മനസ്സിലാക്കിയിട്ടുള്ള ആനന്ദവർദ്ധനം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നീട് സംസ്കൃതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാളിദാസനാണ്. അതിന് മുമ്പ്, പിന്നീടല്ല മുമ്പ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ കുമാരനാശാനാണ് വാൽമീകിയുടെ ഹൃദയം കണ്ടറിഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞാൽ വാൽമീകിയുടെ ഹൃദയം തൊട്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സങ്കല്പം, ആ വിരസാവസാനം എന്ന് ആനന്ദവർദ്ധനം. ഇങ്ങനെ 2 ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങളെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ ഈ സാഹിത്യ സിദ്ധാന്തങ്ങളൊക്കെ വെറുതെ ഒരു അക്കാഡമിക് എക്സസൈസ് എന്നുള്ള എനിക്ക് അല്ലാതെ
നമ്മളുടെ സാഹിത്യാവബോധത്തിനെ കൂടുതൽ സാന്ദ്രമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറുകഥകളൊക്കെ പഠിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. എന്തായിരിക്കും അതിൻ്റെ ഭാവഗ്രന്ഥി എന്തായിരിക്കും, അതെങ്ങനെയാണ് സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിനെങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ വശം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഇരുട്ടിൻ്റെ ആത്മാവിനെ പറ്റി എം പി ശങ്കുണ്ണിനായർ ഒരു പഠനം പണ്ട് നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞതാണ് ഈ കാലം എന്നുള്ളൊരു സങ്കല്പം പല തരത്തിൽ വരുന്നുണ്ട്. അതിൽ പറയുന്ന ആളുകൾ അതിൽ ആഖ്യാതാവിൻ്റെ കാലം, ആഖ്യാതാവായുള്ള വേലായുധൻ്റെ കാലം, അതിന് ചുറ്റുമുള്ള കഥാപാത്രങ്ങളുടെ കാലം, അങ്ങനെ പല പല യാഥാർത്ഥ്യങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഉള്ളിൽ ഒരു പ്രത്യേകതര അനുഭൂതിയെ സൃഷ്ടിക്കുകയാണ് എം ടി ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അവസാനത്തെ വരികൾ നിങ്ങൾ നോക്കൂ. അപ്പോൾ എനിക്ക് ഭ്രാന്താണ് എന്നെ ചങ്ങലയ്ക്ക് ഇടുമെന്നാണ് പറയുന്നത് അല്ലേ. അതിൽ പ്രോട്ടഗണിസ്റ്റ് അഥവാ നായകൻ ഉള്ള വേലായുധൻ എന്നുള്ള കഥാപാത്രം പറയുന്ന ഇതാണ്. അപ്പോൾ ഇത് ആരോടാ പറയുന്നത് വെച്ചാൽ ഇത് സമൂഹത്തിനോടാണ് പറയുന്നത്. സമൂഹത്തിനോട് പറയുന്നത് ഈ യഥാർത്ഥത്തിൽ നോർമലായിട്ടുള്ള ആളുകളെ, യാതൊരു മനുഷ്യ സഹജമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള മനുഷ്യജീവികളെ ഭ്രാന്തന്മാരാക്കി ചിത്രീകരിക്കുന്ന സമൂഹത്തിനോടാണ് പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്ന് സമ്മതിച്ച് തോറ്റ് പിൻവാങ്ങുന്ന ഒരു നായകൻ്റെ ദയനീയ ചിത്രമാണ് ആ കഥയിലൂടെ വരുന്നത്. അങ്ങനെ നമുക്ക് ആലോചിക്കാവുന്ന കഥകളായാലും കവിതകളായാലും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഈ ആനന്ദവർദ്ധനം പറഞ്ഞ പോലെ അതിൻ്റെ ഡിക്ഷണറിയും ഗ്രാമറിൻ്റെയും പിന്നാലെ പോവാതെ അതിനപ്പുറത്തുള്ള തലങ്ങളിലേക്ക് പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ പറയുന്ന വൈകാരികമായ അർത്ഥത്തിനാണ് അദ്ദേഹം രസധ്വനി എന്ന് പറയുന്നത്. പണ്ടത്തെ പേരാണെന്നുള്ളൂ, അത് നമുക്കൊക്കെ അതുണ്ട്. അത് സാഹിത്യത്തിൽ മാത്രമൊന്നല്ല ഉള്ളത്. ഈ രസധ്വനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്നതും രസധ്വനിയാണ്. ഇതേ വികാരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ആത്മവിദ്യാലയം കമുകറ പുരോഗമനം പാടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ശാന്തരസമാണ് അല്ലേ. ശാന്തരസം ഒന്നും പറയില്ല, നമ്മുടെ മനസ്സിലുണ്ടാവും. അതുപോലെ ഒരു പ്രണയഗാനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ആ രതിയുടെ പ്രതീതിയാണ് അല്ലേ. അറബിക്കുള്ളൊരു ഭാവമാണ്. അപ്പം നമ്മൾ പാട്ടുകൾ എടുത്തു നോക്കുമ്പോഴും അതുപോലെ ശില്പങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഒക്കെ നമ്മൾ ഉണ്ടാവുന്ന അനുഭവം ഇത് തന്നെയാണ്. ഒരു ശില്പം അല്ലെങ്കിൽ ഒരു ചിത്രം, പിക്കാസോയുടെ ഗൂർണിക്ക പോലുള്ളൊരു ചിത്രം നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നു അതിൻ്റെ ധ്വനികളാണ്. അല്ലാതെ അതിൽ കുറേ അർത്ഥശൂന്യമായിട്ടുള്ള കുറേ ബിംബങ്ങളാണ് അതിൽ കാണുന്നത് നമ്മൾ. പക്ഷെ എല്ലാം കൂട്ടി വച്ച് വായിക്കുമ്പോൾ നമുക്ക് ലോകമഹായുദ്ധകാലത്ത് ബോംബ് നടക്കുന്ന പോലെ ഉള്ള ഇതിന് വിധേയമായിട്ടുള്ള ഒരു നഗരത്തിൻ്റെ ചിന്നിച്ചിതറിയിട്ടുള്ള മുഖങ്ങളും മുഖമില്ലായ്മയാണ് ചിത്രീകരിക്കുന്നത് മനസ്സിലാക്കുമ്പോഴാണ് യുദ്ധം എന്നുള്ള ഒരു അനുഭൂതിയെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ എല്ലാ തരത്തിലുള്ള കലകളിലും ഇത് തന്നെയാണ് വരുന്നത്. ചിലപ്പോൾ വാക്കുകളൊന്നും ആവശ്യമില്ല. നമുക്ക് വയലിൻ്റെ ഒരു 2-3 നാദങ്ങൾ കേട്ടാൽ ചില നോട്ട്സ് കേട്ടാൽ നമ്മൾ ആ ഭാവം ഉണ്ടാവുന്നുണ്ട്. അതിന് പുറമെ അദ്ദേഹം വസ്തുധ്വനി, അലങ്കാരധ്വനി എന്ന് പറഞ്ഞിട്ടുള്ള 2 തരം ധ്വനികളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമ്മൾ ഫലിതങ്ങളൊക്കെ ആസ്വദിക്കുന്നത് അതിൽ പറയാതെ പറയുന്ന കാര്യം വെച്ചിട്ടാണ് അല്ലേ. പറയാതെ പറയുന്ന ആ വസ്തുത വെച്ചിട്ടാണ് നമ്മൾ ചിരിക്കുന്നത്. അത് വസ്തുധ്വനിക്ക് ഉദാഹരണം. അലങ്കാരധ്വനി പറഞ്ഞ ചില ഇമേജുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. അതാണ് അലങ്കാരധ്വനി എന്ന് പറയുന്നത്. അപ്പം വസ്തുധ്വനി, അലങ്കാരധ്വനി, രസധ്വനി എന്ന് പറഞ്ഞ 3 തരത്തിലുള്ള ധ്വനികൾ ഉണ്ട്. പക്ഷെ അവയിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ രസധ്വനിയാണ്. എല്ലാ എഴുത്തുകാരും രസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് എഴുതണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ രസത്തിൽ ഈ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പിന്നാലെ പോകരുതെന്ന്, അലങ്കാരത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുതെന്നാണ് ആനന്ദവർദ്ധനം പറയുന്നത്. കവിതയിലെ എല്ലാ അംശങ്ങളും തനിയെ വന്നു ചേരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ രസം കിട്ടുക. അദ്ദേഹം പറഞ്ഞ ഈ രസഭാവ സമാഹിത ചേതസ്സായിട്ടുള്ള രസം, ഭാവം എന്നിവയിലും മിഴി നട്ടു നിൽക്കുന്ന ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അലങ്കാരാഹ അഹമഹമികയ പരാപതന്തി എന്നാണ്. അഹമഹമികയ, ഞാൻ മുമ്പേ പറഞ്ഞിട്ട് ഇങ്ങനെ അലങ്കാരങ്ങൾ ഇങ്ങനെ വന്നു വീഴും. അതിൽ നിന്ന് സെലക്ഷനേ വേണ്ടുള്ളൂ എന്നാണ്. അതിൽ നിന്ന് നമ്മൾ എടുക്കുക വേണ്ടു. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അലങ്കാരത്തിൻ്റെ പിന്നാലെ പോകരുത്, നിങ്ങൾ ഡെക്കറേഷൻ്റെ പിന്നാലെ പോകരുത്. അവ നിങ്ങളുടെ അടുത്തേക്ക് തനിയെ വരും. നിങ്ങൾ ഈ ഒരു ഭാവത്തിൽ ഇപ്പോൾ കാളിദാസനാ പറഞ്ഞില്ല, കാളിദാസന് ഈ അലങ്കാരങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹം വിന്യസിച്ചത് കവിതയിൽ വെച്ചാൽ നമുക്ക് പറയാൻ പറ്റിയ അദ്ദേഹം തൻ്റെ അനുഭൂതിയോട് സത്യസന്ധത പുലർത്തിയപ്പോൾ ഈ അലങ്കാരങ്ങളൊക്കെ തനിയെ വന്നു. അപ്പോൾ അജൻ്റെ അവിടെ വിവാഹത്തെ സമയത്ത്, ഇന്ദുമതി വിവാഹ സമയത്ത് ഉള്ളതാണ് ശ്ലോകം. അനേകായിരം രാജാക്കന്മാരിങ്ങനെ ഇരിപ്പിടങ്ങളിലിരിക്കുകയാണ്. അവരുടെ മുമ്പിലൂടെ ഇന്ദുമതി കടന്നു പോവുകയാണ്. അതിൽ ഓരോരുത്തരും എന്നെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അയാളെയും മറികടന്ന് അടുത്ത ആളുകൾക്ക് പോകുമ്പോൾ കാളിദാസൻ പറയും, ഈ അങ്ങനെ ഇരുട്ടുള്ള സമയത്ത് ഒരു തെരുവിലെ ഒരു ദീപശിഖ കടന്നു പോകുന്ന സമയത്ത് 2 ഭാഗത്തുള്ള
ഈ വഴിയിലുള്ള പീഡികകളിലുണ്ടല്ലോ ആഭരണങ്ങൾ, അത് പിന്നെ ഒരു നിമിഷ നേരം ഇങ്ങനെ പ്രകാശപൂർണ്ണാവത്ര, അത് കഴിഞ്ഞ് ഉത്തരക്ഷണത്തിൽ അന്ധകാരത്തിലേക്ക് പോകുന്നു. ഇതുപോലെ രാജാക്കന്മാർ ഈ ഇന്ദുമതിയുടെ മുഖം അടുത്ത് എത്തുമ്പോൾ, ഇന്ദുമതി തങ്ങളുടെ ഏറ്റവും അടുത്തെത്തുമ്പോൾ അവരുടെ മുഖം ഏറ്റവും പ്രകാശമാനവും, അടുത്ത സമയം വിളിക്കുമ്പോൾ അവരുടെ മുഖം മുഴുവൻ ഇരുണ്ടു പോകും. ഇതൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന്, ഇങ്ങനെയുള്ള ഉപമാകളാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തും ശാകുന്തളൊക്കെ എടുത്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതൊക്കെ എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, അത് ഈ ആന്തർതന്നെ നമ്മൾ ജീനിയസ് എന്ന് പറയും. ഈ ജീനിയസിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്, വ്യംഗ്യമുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് ആണ് അവർ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ സ്ക്രീനിൽ നമ്മൾ എഴുത്ത് പതിയാൻ വേണ്ടിയിട്ട് കീബോർഡിൽ സ്വിച്ച് അമർത്തുന്നുണ്ടല്ലോ, അതുപോലൊരു ഒരു 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 പ്രക്രിയയാണ് സാഹിത്യം എന്നാണ് ആനന്ദവത്തൻ പറഞ്ഞത്. അതെങ്ങനെയാന്ന് പറഞ്ഞാലേ, വാച്യാർത്ഥം അതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ എടുത്തിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത്, വ്യംഗ്യാർത്ഥത്തിന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറയും. അതാണോ? അപ്പൊ അദ്ദേഹം അകലോകാർത്ഥി യഥാ ദീപശിഖായ ജനഹ, ഈ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദീപശിഖയിൽ തീപന്തത്തിന് ശ്രദ്ധിക്കുന്നത് പോലെയാണ് വാച്യാർത്ഥത്തിനെ, വ്യംഗ്യാർത്ഥത്തിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് വാച്യാർത്ഥം. വാച്യാർത്ഥത്തിന് തനിയെ നിലനിൽപ്പില്ല, ആ വ്യംഗ്യമായ അർത്ഥത്തിനെ പ്രകാശിപ്പിക്കാനാണ് വാച്യാർത്ഥം നിലകൊള്ളുന്നത്. അപ്പൊ അദ്ദേഹം പറയണത് ഇങ്ങനെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അലങ്കാരങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ ഈ രസത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. അത് ആവശ്യം കഴിഞ്ഞാൽ അതിനെ തള്ളുകയും വേണം എന്നാണ്. ആവശ്യത്തിന് ഉപയോഗിക്കുക, ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുക എന്നുള്ള ഇതിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഈ ശാകുന്തളത്തിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഈ ശാകുന്തളയ്ക്ക് ചുറ്റും ഒരു വണ്ട് പറക്കുന്നുണ്ട്. നമ്മളതൊക്കെ കണ്ടിട്ടുണ്ടാവും. വണ്ടിനെ കണ്ടിട്ട് വണ്ടേ ഭവാൻ ഭാഗ്യവാൻ അല്ലേ. വണ്ടിനോട് ദുഷ്യന്തം പറയണല്ലോ, വണ്ടേ നീ ചഞ്ചൽ കൺമണിയേറ്റ് നീ വിറയേഴും പൂമേ തുടർന്നുണ്ട്, അഞ്ചിക്കാതിനടുത്ത് എന്ന് പലതും അല്ലേ, മന്ത്രിപ്പ് പിന്നെ അഞ്ചിക്കൈ കുതിരയുടെ വേരിതിവതം ചെഞ്ചുണ്ട് ചുംബിപ്പു നീ. അതൊക്കെ നീ ചെയ്യുന്നുണ്ട്. നീ ചെവിയിൽ ചെന്നത് എന്തൊക്കെയോ രഹസ്യം പറയുന്നുണ്ട്, അതുപോലെ അവളുടെ ചുണ്ട് സ്പർശിക്കുന്നുണ്ട്, ഞാൻ മാത്രം ഇതൊക്കെ കണ്ടു വിട്ടിയായിട്ട് നിൽക്കണോ, നീ ഭാഗ്യവാൻ എന്നാണ് ദുഷ്യന്തൻ പറയുന്നത് അല്ലേ. വഞ്ചിപ്പൂ പരമാർത്ഥ ചിന്തയിഹമാം വണ്ടേ ഭവാൻ ഭാഗ്യവാൻ, ഞാൻ മാത്രം ഇവളെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമവൃത്തത്തിൽ പെട്ടിരിക്കുന്നു, നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞു. ഈ വരി എടുത്ത് വായിക്കുമ്പോഴേ ആനന്ദവർദ്ധൻ പറയും, ഇതിവിടെ നമ്മൾ ഇപ്പോൾ ക്ലാസ് പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും ഇവിടെ എന്താ അലങ്കാരം ചെയ്യും, കുട്ടികളോട് പറയും സ്വഭാവത്തെ അലങ്കാരം. ശരി, 10ൽ 10 മാർക്ക് നമ്മൾ കൊടുക്കും. ആനന്ദവർദ്ധൻ പറഞ്ഞു അവിടെ നിന്നാ പോരാ എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ എന്ത് ഈ സ്വഭാവോക്തി, ഭ്രമരത്തിന്റെ സ്വഭാവത്തിൽ ഈ വണ്ടിന്റെ ഏറ്റവും ഒരു ക്ലോസ് ഓഫ് വ്യൂ അല്ലേ. ഈ വണ്ടിന്റെ നമ്മൾക്കൊക്കെ ചുറ്റും വണ്ട് പറക്കാറുണ്ടില്ലേ, നമ്മൾ ക്ലാസ് മുറിയിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ വണ്ട് നമുക്ക് ചുറ്റും പറക്കാറുണ്ട്. നമ്മൾ ശകുന്തളയുടെ മുഖം അല്ല വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഈ കാളിദാസൻ ഇത്രയും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ വണ്ട് ചെയ്യുന്നതാണെന്ന്. അത് അദ്ദേഹം സൂക്ഷ്മ നിരീക്ഷണം കൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതല്ല അവിടുത്തെ മിടുക്ക്. അവിടെ അത് ദുഷ്യന്തനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഈ ദുഷ്യന്തനെ കൊണ്ട് പറയിപ്പിക്കുന്ന സമയത്ത് ദുഷ്യന്തന്റെ മനസ്സിലുള്ള വികാരം എന്താണ് എന്ന് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ദുഷ്യന്തന്റെ മനസ്സിലുള്ളത് ടെക്നിക്കലി സ്പീക്കിംഗ് അതിന് അഭിലാഷ വിപ്രലം എന്ന് പറയും. അഭിലാഷ വിപ്രലം, അഭിലാഷ സ്റ്റേജിലാണ്. അദ്ദേഹത്തിന് ശകുന്തളയോട് ഒരു അഭിലാഷം ഉണ്ട്, പക്ഷെ ശകുന്തളയായിട്ട് പിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാമുകന്റെ മനസ്സിലുള്ള ആ സങ്കല്പമാണ്, ആ കാമുകത്വമാണ് അദ്ദേഹം ഈ വണ്ടിൽ ആരോപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഇത് അനശ്വരായി തീരുന്നത്. ഈ സ്വഭാവോക്തി എന്നുള്ള അലങ്കാരം, ഇവിടെ അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്തിനെ അലങ്കരിക്കുന്നത് ചോദിക്കുമ്പോൾ രസത്തിനെയാണ്, വൈകാരികമായ അംശത്തിനെയാണ് അലങ്കരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അവിടുത്തെ മിടുക്ക്. ഈ രീതിയിലാണ് അലങ്കാരങ്ങൾ സ്വീകരിക്കേണ്ടത്, ശൈലി സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നാടകമൊക്കെ എഴുതുന്ന സമയത്ത് ശൈലി ഉണ്ടല്ലോ, അതിൽ അദ്ദേഹം കൊടുക്കുന്ന സംഘടന എന്ന് പറയും. ഇപ്പോൾ വിദൂഷകൻ സംസാരിക്കണ പോലെയല്ല രാജാവ് സംസാരിക്കുക, രാജാവ് സംസാരിക്കണ പോലെയല്ല സേനാനായകൻ സംസാരിക്കുക, ശകുന്തള സംസാരിക്കണ പോലെയല്ല അത് പ്രിയംവദ സംസാരിക്കുക. അങ്ങനെയൊക്കെ പല ഔചിത്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒക്കെ പരമമായിട്ടുള്ള ഔചിത്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ രസത്തിന്റെ ഔചിത്യം തന്നെ ആയിരിക്കും. അതിൽ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കോമിക് ഇന്റർവ്യൂടെ ഒക്കെ ഉണ്ട്. ഷേക്സ്പിയറുടെ നാടകങ്ങളൊക്കെ എടുത്ത് നോക്കിയാലേ വളരെ ഭയങ്കരമായിട്ട് ട്രാജഡിയിൽ ചില കോമഡി രംഗങ്ങളൊക്കെ ഉണ്ടാവും. മാക്ബത്ത് നാടകം ഭയങ്കരമായിട്ടുള്ള ഗ്രീമായിട്ടുള്ള നാടകമാണ്. പക്ഷെ അതിൽ ഒരു കള്ള് കുടിച്ചിട്ട് ലെക്കില്ലാത്ത ഒരു പാറാവുകാരനെ കൊണ്ടുവരേണ്ട, അയാൾ വരുന്ന വാക്കുകൾ കേട്ടാൽ നമുക്കറിയാം നമ്മൾ കൂടുതൽ ആളുകൾ ചിരിക്കാൻ വേണ്ടി. എന്തിനു വേണ്ടി ഒരു കോമിക് റിലീഫ് എന്ന് പറയും, ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ ഷേക്സ്പിയർക്ക് അറിയാം അത് കോമഡിയായി തീരുന്നില്ല,
വീണ്ടും വീണ്ടും നമ്മൾ വീണ്ടും ഭീകരാന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഈ രീതിയിലാണ് കാളിദാസനൊക്കെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പൊ എപ്പോഴും ആനന്ദവർദ്ധൻ പറഞ്ഞ അനേക രസങ്ങൾ എടുത്ത് പെരുമാറേണ്ടി വരും നമ്മൾ. കാരണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാ രസങ്ങളും കൂടിയതാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനുഷ്യർ എന്നുള്ള നമ്മുടെ വികാരങ്ങളെ രസങ്ങളാണ്. അതിൻ്റെ ഒരു സൗന്ദര്യാത്മക തലത്തിലാണ് അതിൻ്റെ രസം എന്ന് പറയുന്നത്. നിത്യജീവിതത്തിലെ വികാരങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് കവിതയിലൂടെ വർണ്ണിക്കുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. യഥാർത്ഥ ജീവിതത്തിൽ ഒരാൾ ദേഷ്യപ്പെട്ട് കണ്ടാൽ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് നോക്കുക. രൗദ്രഭീമനെ കഥകളിൽ കണ്ടാൽ നമ്മൾ തകർപ്പൻ അല്ലെ എന്താ പറയുക വേഷമായിട്ട് അതിനെ കണക്കാക്കുകയാണ് ചെയ്യുക. അത് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ട് അത് ഈ കലാത്മകമായിട്ടുള്ള രൂപമാണ്. അപ്പൊ കലാരൂപമായി തീരുമ്പോൾ അതിൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള അതിൻ്റെ ഈ മുള്ളുകളൊക്കെ പോയിട്ടുണ്ടാവും. അത് ശുദ്ധമായ ഒരു അനുഭൂതിയായിട്ട് തീരും. അതൊക്കെ ആനന്ദവർദ്ധനും അദ്ദേഹത്തിന്റെ വ്യാഖ്യാതാവുള്ള അഭിനവത്തിനൊക്കെ പറഞ്ഞുള്ളതാണ്. അപ്പൊ ഇതൊന്നും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചുരുക്കി പറയുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ വലിയ എഴുത്തുകാർ ആനന്ദവർദ്ധൻ തൻ്റെ ധ്വന്യാലോകം എന്നുള്ള പുസ്തകത്തിൽ പകുതി ഭാഗം 3/4 ഭാഗം കവികൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. ബാക്കി ഭാഗ്യം നമ്മളെ പോലുള്ള വായനക്കാർക്ക് വേണ്ടിയിട്ടുള്ളൂ. വായനക്കാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വായനക്കാർ വായിക്കുമ്പോൾ സൂക്ഷിക്കണം, നിങ്ങൾ കവിതയിലെ വ്യംഗ്യാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഇത് പറ്റും. വ്യംഗ്യാർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ നമ്മൾ കവിത എടുത്ത് പഠിപ്പിച്ചാലോ അതിനെപ്പറ്റി വിമർശനം എഴുതിയാലോ ഒക്കെ വലിയ വലിയ ചതിക്കുഴികളിൽ നമ്മൾ ചെന്ന് ചാടും. അപ്പം ആ വ്യംഗ്യാർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അവസാനിക്കുന്നത്, അതിൽ റിക്കറിംഗ് ആയിട്ട് എന്തൊക്കെയാണുള്ളത്, അതിൽ വരുന്ന ഇമേജറികൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന ബിംബാവലികൾ എന്തൊക്കെയാണ്, അലങ്കാരങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ആ കവിതയുടെ ഒരു സമഗ്ര സ്വഭാവം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കവിത എന്ന് പറഞ്ഞിട്ടാൽ അതിൻ്റെ ഒരു ബാഹ്യതലം ഈ വാച്യാർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ഇംഗ്ലീഷ് പറയും ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയും. ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ വലിയ മഞ്ഞുകട്ടിയാണ്. ഈ മഞ്ഞുകട്ടി വലിയ കടലുകളിലൊക്കെ നമുക്ക് കാണാൻ, ശൈത്യമുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നമ്മൾ കാണും. ഈ മഞ്ഞുകട്ടിയുടെ 1/10 പുറത്ത് കാണുള്ളൂ. അത്ര 10 ഭാഗം പുറത്ത് കാണുള്ളൂ. ബാക്കി 10 ഭാഗം അടിയിലായിരിക്കും. ഇതുതന്നെയാണ് വലിയ സാഹിത്യത്തിൻ്റെ സ്ഥിതി. അതിൽ ചെറിയൊരു അംശം നമുക്ക് പുറത്തേക്ക് കാണുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ വ്യംഗ്യാർത്ഥങ്ങളുടെ ഒക്കെ ഒരു അനേകം പ്രപഞ്ചങ്ങൾ കുളിക്കുന്തോറും കൂടി വരും. ഖനനം ചെയ്യുന്തോറും അതിൻ്റെ ഒരു അതിൻ്റെ ധാതുക്കൾ കൂടുതൽ ഇങ്ങനെ വരും. അപ്പൊ അതുകൊണ്ട് നോക്കുമ്പോൾ ആനന്ദവർദ്ധനും പറയും നമ്മൾ പുസ്തകം ഈ വലിയ ക്ലാസിക്കുകളൊന്നും വായിച്ച് തീരില്ല. ഒരു തവണ വായിച്ചാൽ നമുക്ക് കിട്ടുന്ന അർത്ഥമല്ല 2ാമത് തവണ വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിലൊക്കെ പറയാറുണ്ടല്ലോ. ത്യാഗരാജന്റെ ഒരു കൃതി ഒരു തവണ കേട്ട ഒരു അർത്ഥം നമുക്ക് ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. വേറെ തവണ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അങ്ങനെ അതാണ് ഒരു അനേക തവണ അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് ഈ സാഹിത്യം എന്നൊക്കെ ആനന്ദവർദ്ധൻ എഴുതാപ്പുറമായിട്ട് പറയുന്നുണ്ട്, എഴുതാപ്പുറമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 4 ഉദ്യോതങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഈ ധ്വന്യാലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു തന്നുള്ളൂ. ഇനി ഞാനിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താ ഇതിൻ്റെയൊക്കെ സമകാലിക പ്രസക്തി എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. സമകാലിക പ്രസക്തി പറഞ്ഞാൽ വലിയ എഴുത്തുകാർ വലിയ വിമർശകന്മാരൊക്കെ ഇത് വേറൊരു രീതിയിലാണ് പറയുക. ഇപ്പോൾ ചിലർ പറയുമ്പോൾ ഐ.എ. റിച്ചാർഡ്സ് എടുത്ത് നോക്കുക. അദ്ദേഹം ഇമോട്ടീവ് ആൻഡ് റെഫറൻഷ്യൽ യൂസേജ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയും. ഇമോട്ടീവായിട്ട് വൈകാരികമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക, റെഫറൻഷ്യലായിട്ട് സൂചകമായി മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ എന്താ പറഞ്ഞാൽ വൈകാരികമായിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഹോം ഹൗസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ ആണ്, പര്യായമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹോം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഹോംലിനെസ്, ആ ഗൃഹാതുരത്വം, അത് ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടില്ല. ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കാനുള്ള ഒരു സ്ഥലം എന്നേ വരുന്നു. പാർപ്പിടം എന്ന് വീട്, ഞാൻ എൻ്റെ പാർപ്പിടത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ കിട്ടും, അർത്ഥം കിട്ടില്ല. അല്ലെങ്കിൽ അമ്മ എന്നുള്ളതിന് പകരം ജനയിത്രി, എനിക്ക് വെള്ളം തരുന്ന ആരും പറയാറില്ല. പര്യായപദങ്ങളെ നമ്മൾ പറയും. കാരണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു വാക്കും ആനന്ദവർദ്ധൻ പറഞ്ഞ ഒരു വാക്കും വേറൊരു വാക്കിന് പകരം വെക്കാവുന്നതല്ല ഈ ലോകത്തിൽ. കാരണം ഓരോന്നിൻ്റെ ഇമോഷണൽ വാല്യൂ, നിങ്ങൾ ഒരു ഇതെടുത്തിട്ട് ശരിക്ക് ഒരു വടി എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പാത്രങ്ങളിലൊക്കെ ഒരു അടി കൊടുത്തു പോകും. ഓരോന്നിനും വരുന്ന ധ്വനികൾ വ്യത്യസ്തമായിരിക്കും അല്ലേ, ഓരോന്നും വരുന്ന പുറത്തേക്ക് വരുന്ന ശബ്ദത്തിന് വ്യത്യസ്തമായിരിക്കും. ഇതേപോലെ ഓരോ വാക്കിനും ഉള്ള അർത്ഥം വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ പിതാവ് എന്നുള്ളതിന് വേറൊരു അർത്ഥം ഉണ്ടാവുക. നിങ്ങളുടെ അച്ഛനെ പിതാവേ എന്ന് പറഞ്ഞ എന്തായിരിക്കും സ്ഥിതി അല്ലേ? ചെറിയ കുട്ടിയാണ് നമ്മൾ തല്ലുള്ളൂ, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അച്ഛ എന്ന് പറയുന്നതിന് പറയാൻ പറ്റില്ല, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല.
അതാണ് പദങ്ങളുടെ കവിതയുടെ പ്രത്യേകത. അതാണ് പോയട്രിക്ക് നോ സിനോണിംസ് എന്ന് പറയുന്നത്. കവിതയിൽ പര്യായപദങ്ങളില്ല. ഒന്ന് മാറ്റിയിട്ട് വേറെന്ന് വെച്ചാൽ ആ ധ്വനികൾ മുഴുവൻ പോകും. കാളിദാസന്റെ ഒരു കഥ ഉണ്ട്. കാളിദാസന്റെ ശാകുന്തളം അദ്ദേഹം എഴുതിയപ്പോൾ ഒരു ഇതുണ്ട്. നിങ്ങൾ അറിയാം, മലയാളത്തിൽ നമ്മൾ ചൂടാത്ത ഇതുപോലെ അവൾ നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വയലാർ എഴുതിയിട്ടുള്ളതാണ്. അത് അനാഘ്രാതം പുഷ്പം കിസലയ മലൂനം കരുഹേഹിന്ന്. ശകുന്തള കാണുമ്പോൾ ദുഷ്യന്തം പറഞ്ഞു, അനാഘ്രാതം പുഷ്പം, മണപ്പിക്കപ്പെടാത്ത പൂവിനെ പോലെയാണ് ഇവള്. അതുപോലെ കിസലയ മലൂനം കരുഹേ, കൈകളെ കൊണ്ട് മുറിക്കപ്പെടാത്ത തളിര് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു കവി ചോദിച്ചത് കാളിദാസോട്, അനാഘ്രാതം പുഷ്പം എന്ന് വേണോ, അനാഘ്രാതം സൂനം എന്ന് പറഞ്ഞ പോലെ അതല്ലേ കുറച്ചുകൂടി നല്ലത് ചോദിച്ചത്രേ. അനാഘ്രാതം സൂനം കിസലയ മലൂനം കരുഹേന്നോ പ്രാസമായിരുന്നു. അപ്പോൾ കാളിദാസ് പറഞ്ഞു, നിങ്ങളുടെ ഈ സൂനത്തിനൊന്നും എൻ്റെ പുഷ്പത്തിന് കിട്ടുന്ന ഇതില്ല എന്ന് പറയും. പുഷ്പം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിച്ച് പ്രത്യേകം ചില അർത്ഥങ്ങൾ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. എന്തൊക്കെയാ അർത്ഥങ്ങൾ എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, പുഷ്പം എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ശ്രവണത്തിലുണ്ടാവുന്ന അനുഭവം, കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പം സൂനം എന്നുള്ള വാക്ക് പറയുമ്പോൾ ഇല്ല. അത് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചതുകൊണ്ട് കാളിദാസന്റെ കവിതയിൽ വാക്കുകൾക്ക് പകരം വേറെ വാക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ മാജിക്ക് പോകും. അതായത് ഇംഗ്ലീഷ് കവിതയിലൊക്കെ ഇങ്ങനെ ധാരാളം ഉണ്ട്. നമ്മുടെ ഷെല്ലി, നമ്മുടെ കീറ്റ്സ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് വലിയ ശ്രദ്ധിച്ചിരുന്ന കവി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിത ഉണ്ട്, ഓട്ടോ നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ അപ്പാടി ഗീതം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറയുക, ഈ പാട്ടുണ്ടല്ലോ, ഈ രാപ്പാടിയുടെ പാട്ട്, അത് charmed magic casements opening in the perilous forms of seas in fairy lands forlorn എന്ന് പറയുന്ന ഭാഗം. ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് ചാമ്ഡ് മാജിക്കൽ കേസ്മെന്റ്, മാന്ത്രികങ്ങളായ പേടകങ്ങളിൽ ഇത് വശീകരിച്ചിട്ടുണ്ടായിരിക്കും. ഇൻ ഫെയറി ലാൻഡ്സ് ഫോർലോൺ, അതിവിദൂരമായ അപ്സരസുകളുടെ നാട്ടുകളിൽ നിന്നോ യക്ഷികളുടെ നാട്ടുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ച സ്പെല്ലിങ് FAIRY എന്നായിരുന്നു, ഫെയറി എന്നായിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ ഈ മിനുക്കുന്ന ഒരാളാണ്, ഉടനെ പ്രസിദ്ധീകരിക്കുന്ന ആളല്ല. അദ്ദേഹം FAIRY എന്നും മാറ്റിയിട്ട് FAERY എന്നാക്കി തരാം. ഫെയറി അത് ഒരു ആർക്കൈക്കാണ്. അത് നമ്മളുടെ എന്തൊക്കെയോ ഒരു പ്രാക്തന സ്മൃതികൾ ഉണ്ടാക്കുന്ന ഒരു പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്, ഫെയറി എന്നുള്ളത്. അപ്പോഴാണ് ആ നാടിൻ്റെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ നിത്യജീവിതത്തിൽ പരിചയത്തിലുള്ള അല്ലാത്ത എവിടെയോ അകലങ്ങളിലുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു നാടിൻ്റെ ഐന്ദ്രജാലികമായ അപ്സരസുകളുടെ ഒക്കെ ഒരു നാട് എന്നുള്ള അർത്ഥം ഒരൊറ്റ സ്പെല്ലിംഗ് കൊണ്ട് മാറുകയാണ്. FAIRY എന്നുള്ളതിന് പകരം FAERY എന്നാക്കുമ്പോൾ എന്ന് അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഉള്ള ഒരു കഥ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കവിത ഒക്കെ വായിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട്, അതാണ് ഇമോട്ടീവ് എന്ന് പറയുന്നത്. റെഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വെറുതെ സൂചിപ്പിക്കുക, ഇനി ആളുടെ പേര് പറയുക, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ മറ്റൊന്ന് ഉള്ളത്, ഞാൻ ഒരുപാട് ആധുനിക സങ്കല്പങ്ങളായിട്ട് ബന്ധിപ്പിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ലക്കാനിലേക്ക് വരികയാണ്. അപ്പോൾ ലക്കാൻ എന്താ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ, ഫ്രോയിഡിൻ്റെ മനോവിശ്ലേഷണം എടുത്തിട്ട് അതിനെ ഭാഷയായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്തത് ലക്കാൻ. ഫ്രോയിഡിനെ അറിയാമല്ലോ നമുക്ക്, ആളുകൾ പ്രത്യേകിച്ച് മനോരോഗബാധിതർ അല്ലെങ്കിൽ മനസ്സിന് ഡിസോർഡറിലുള്ള ആളുകളെ സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണം ചെയ്യും. അപ്പോൾ ആവേദകൻ്റെ മുമ്പിൽ വന്നിരിക്കും, അയാളോട് പറയും, അങ്ങനെ പറഞ്ഞ് ചകഞ്ഞിട്ടെടുക്കും. ഫ്രോയിഡ് ഒരു ശൈശവത്തിലോ മറ്റോ ഉണ്ടായിട്ടുള്ള ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള വളരെ അധികം നമ്മളിൽ വല്ലാത്ത വിഹ്വലരാക്കുന്ന ഒരു അനുഭൂതി. ഈ അനുഭൂതി എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ പുനർജീവിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് അതീതമാവും. ഇതാണ് അതിൻ്റെ സൈക്കോ അനാലിസിസ്. ഇത് ഭാഷയായിട്ട് ബന്ധിപ്പിക്കുകയാണ് ലക്കാൻ ചെയ്തത്. എന്താ വെച്ചാൽ ഫ്രോയിഡിൻ്റെ ഈ സ്വപ്നാവഗ്രഥനം പുസ്തകം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ശരിക്കും പറഞ്ഞ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നത് എന്നുള്ള ഒരു ഫ്രീ അസോസിയേഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും. എന്ത് വാക്ക് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് വേറെ കുറേ വാക്കുകളും ആശയങ്ങളും വരും. ഇത് മുഴുവൻ പകർത്തി പോകുക എന്നുള്ളതാണ് ഒരു ആവേദകന് ചെയ്യാനുള്ളത്. അപ്പോൾ അദ്ദേഹം ലക്കാൻ ധ്വന്യാലോകമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ, അതായത് സംസ്കൃതം അറിയില്ല. പക്ഷെ അദ്ദേഹം KC പാണ്ഡെ അഭിനവത്തിനെ പറ്റി എഴുതിയുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് വായിച്ചപ്പോൾ ഇത് തന്നെയല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ, ഇന്ത്യക്കാരായുള്ള സുഹൃത്തുക്കൾ ധ്വനി എന്നുള്ളതുകൊണ്ട് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ധ്വനി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉദാഹരണം ഇതിലുള്ള ധ്വന്യാലോകത്തിലുള്ളതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിട്ട് അദ്ദേഹം കൂടെ ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ആ ഉദാഹരണം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം, നീണ്ടു പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ.
അവൾ നിർത്താം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു ഈ ഗോദാവരി നദീതീരത്തിൽ ഒരു സ്ത്രീ ഈ ഒരു സന്യാസി വന്നിട്ട് പൂ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അയാളോട് പറയാണ്, സന്യാസി ഇവിടുന്ന് ഇഷ്ടംപോലെ പൂക്കളൊക്കെ പൊട്ടിച്ചോളൂ, താങ്കളെ പേടിപ്പെടുത്തിയിരുന്ന ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ, അതിനെ ആ സിംഹം പിടിച്ചിട്ടുണ്ട്, പേടിക്കേണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ ഇദ്ദേഹം കൂടെ ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഈ സ്ത്രീ പറഞ്ഞില്ല, സിംഹം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, പട്ടിയെ കണ്ട് പേടിക്കുന്ന ആളാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്ക് ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയിക്കോളും. എന്തിനാ ഇവള് പറഞ്ഞത് ചോദിച്ചാൽ ഇവളുടെ ഉള്ളിൽ ഇതുപോലൊരു രഹസ്യം കാണിച്ചിട്ടുണ്ട്. ഇവളുടെ നായകൻ വന്നു ചേരുന്ന, തൻ്റെ കാമുകം വന്നു ചേരാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി തീരുമാനിച്ച ഇടയാണ്, അവിടെയാണ് ഈ സന്യാസി വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇയാളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അത് പറയാൻ പറ്റും, എനിക്ക് എൻ്റെ കാമുകനെ കാണുന്നതുകൊണ്ട് താങ്കളൊന്ന് പിരിഞ്ഞു പോകുന്നു പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലഖൻ പറഞ്ഞ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മനോവിശ്ലേഷണത്തിൽ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമേജുകളിൽ കൂടെ ആയിരിക്കും, സ്വപ്നങ്ങളിൽ കൂടെ ആയിരിക്കും, കവിതയിൽ കൂടെ ആയിരിക്കും, സാഹിത്യത്തിൽ കൂടെ ആയിരിക്കും. അപ്പോൾ കവികളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നേരിട്ട് പറയാൻ പറ്റില്ലാത്ത പല ആശയങ്ങളെ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. അപ്പോൾ ഈ ധ്വനി എന്നുള്ളത് മനോഹരമായ സങ്കല്പം എന്നൊക്കെ അദ്ദേഹം ഈ ലഖൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് ഇപ്പോൾ എലിയറ്റിനെ കുറിച്ചൊക്കെ പറയാം, പക്ഷെ അത് നീണ്ടു പോകുന്നതുകൊണ്ട് ഞാനിവിടെ ചുരുക്കണം. അപ്പം ചുരുക്കി പറഞ്ഞ എന്താണ് അനന്തവർദ്ധൻ പറഞ്ഞത്? അനന്തവർദ്ധൻ പറഞ്ഞ കവിത നിങ്ങൾ വായിക്കണം, അതിൻ്റെ ഉപരിതല ഘടന ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വളരെ ആഴങ്ങളുണ്ട്. ഈ ആഴങ്ങളിലേക്ക് നിങ്ങളുടെ സഹൃദയത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങൾ ആണ്ടിറങ്ങുക. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം അർത്ഥരാശികൾ ഉണ്ടാവും. അവസാനം നിങ്ങൾക്ക് ഒരു വൈകാരിക അനുഭൂതി ഉണ്ടാവും. അതാണ് സാഹിത്യത്തിൻ്റെ ജീവൻ. അതുകൊണ്ട് ഈ വ്യംഗ്യമായ അർത്ഥത്തിന് ഈ ധ്വനിയെ നമുക്ക് കവിതയുടെ ആത്മാവ് എന്ന് പറയാം. ഇതാണ് പറഞ്ഞത്. പക്ഷെ ഞാനിവിടെ അവസാനിപ്പിക്കാനാവും നല്ലതെന്ന് വരുന്നു തോന്നുന്നു. നന്ദി സാറേ. സാറ് ആനന്ദവർദ്ധനാചാര്യന്റെ ധ്വനി സിദ്ധാന്തത്തിന്റെ ഒരുപാട് തലങ്ങളിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുപോയി. രണനത്തിൽ തുടങ്ങി ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ ഒരുപാട് അനുരണനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അതിനെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വളരെ സരളമായ ശൈലിയിൽ വളരെ രസകരമായി തന്നെ ബർണാഷോയുടെയും നെഹ്റുവിന്റെയും ഒക്കെ ഉദാഹരണങ്ങളിലൂടെ തന്നെ ധ്വനിയുടെ പല മേഖലകളിലേക്ക് ശരിക്കും ഞങ്ങളെ കൊണ്ടുപോയി സാറ്. ഇത്രയും വിശാലമായിട്ട് ആനന്ദവർദ്ധനാചാര്യന്റെ ധ്വനി സിദ്ധാന്തങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഇതിന്റെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പോകാനൊക്കെ സാധിച്ചു. ഒരുപാട് നന്ദി സാർ. അപ്പൊ അടുത്തത് ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ചർച്ചയ്ക്കായി ഏവരെയും ക്ഷണിക്കുന്നു. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അധികം നീട്ടി പോവരുത്. വളരെ ചുരുക്കി. സാറിന് അധികം സംസാരിക്കാൻ ഒരുപാട് നീട്ടി സംസാരിക്കാൻ പറ്റൂല. കുറച്ച് നമസ്കാരം സാറ് വളരെ വലിയ ഒരു സബ്ജക്ട് വളരെ ചുരുക്കി പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ സാറിന്റെ കയ്യിൽ നിന്ന് രസധ്വനിയും വസ്തുധ്വനിയും അലങ്കാരധ്വനിയും തമ്മിലുള്ള വ്യത്യാസം സാറ് പറഞ്ഞു തരുന്ന അത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. വസ്തുധ്വനി എന്ന് പറയുമ്പോൾ ഒരാശയം പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ ഈ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു ധാർമ്മികൻ വന്നിട്ട് ഒരു സന്യാസി വന്നിട്ട് പൂ പൊട്ടിക്കുന്ന രംഗത്തില് അയാളോട് ഈ സ്ത്രീ പറയുന്നത് ഇഷ്ടം പോലെ സഞ്ചരിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇഷ്ടം പോലെ സഞ്ചരിച്ചോളൂ പറയുമ്പോൾ അതിന്റെ അർത്ഥം അതല്ല, ഇവിടെ അല്ലാതെ കറങ്ങി നടക്കണ്ടെന്നല്ലേ, നേരെ വിപരീത അർത്ഥമാണ് അവിടെ കിട്ടുന്നത് അല്ലേ. അപ്പൊ അത് വസ്തുധ്വനിക്ക് ഉദാഹരണമാണ്. അലങ്കാരധ്വനി എന്ന് പറയുന്നത് അത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ഇതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ നമ്മുടെ ഈ ഹർഷചരിതം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ബാണഭട്ടൻ എഴുതിയത്. അപ്പൊ ഈ ബാണഭട്ടന്റെ അവിടെ അദ്ദേഹത്തിന്റെ പുരസ്കർത്താവായിട്ടുള്ള ഹർഷവർദ്ധനൊരു ഭയങ്കര ട്രാജഡി ആയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു, അദ്ദേഹത്തിന്റെ സഹോദരൻ രാജവർദ്ധനൻ മരിച്ചു, അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള രാജശ്രീയുടെ ഭർത്താവ് മരിച്ചു. അങ്ങനെ വളരെ ദുരന്തപൂർണമായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തിന്റെ മന്ത്രി വന്ന് പറയുകയാണ്. ആ മന്ത്രിയുടെ പേര് സിംഹനാഥൻ എന്ന് പറയും. വൃത്തേസ്മിൻ മഹാപ്രളയെ ധരണീധാരനായ അധുനാത്വം ശേഷ. ഈ വന്നു ചേർന്നിട്ടുള്ള വലിയ ഒരു സങ്കടത്തില്, വലിയ ഒരു പ്രശ്നത്തില്
ഈ ഭൂമി ഭരിക്കാൻ നീ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ്. ഇനി ഭൂമിയുടെ ഈ രാജ്യഭരണം ഏറ്റെടുക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്നാണ്. വൃത്തേസ്മിൻ മഹാപ്രളയെ ധരണിധാരനായ അതിനാ ത്വം ശേഷം, ഇപ്പൊ നീ മാത്രമേ ബാക്കിയുള്ളൂ. അത് കേട്ട് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഇത് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ തോന്നും. ശരിയാണ്, അവൾ വേറൊരർത്ഥമുണ്ട്. ഇങ്ങനെയുള്ള ഒരു മഹാപ്രളയം വന്നു ചേർന്നപ്പോൾ നീ മാത്രമേ ശേഷനായിട്ടുള്ളൂ, ആദിശേഷനായിട്ടുള്ളൂ എന്നൊരു അർത്ഥം തോന്നും. ആദിശേഷനാണല്ലോ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്ന സങ്കല്പം പ്രളയകാലത്ത്. അപ്പൊ ഇത് രണ്ടർത്ഥങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുമ്പോൾ ഈ രണ്ടർത്ഥം തമ്മിൽ കണക്ട് ചെയ്യണമല്ലോ തോന്നും. കണക്ട് ചെയ്തില്ലെങ്കിൽ കവി എന്ത് പരസ്പരബന്ധമില്ലാതെ പുലമ്പുക എന്നുള്ളൊരു ഇത് വരും. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, നീ ആദിശേഷന് തുല്യനാണ് എന്നുള്ള അർത്ഥം കിട്ടുകയാണ്. നീ ആദിശേഷന് തുല്യനാണ്, നീ ആദിശേഷനെ പോലുള്ള ആളാണ് എന്നുള്ള അർത്ഥം കിട്ടുകയാണ്. അത് കവി നേരിട്ട് പറയുന്നില്ല, പറയാതെ പറയാണ്. അപ്പൊ നീ ആദിശേഷനാ പറഞ്ഞാൽ രൂപകാലല്ലേ, രൂപാലങ്കാരല്ലേ, മുഖചന്ദ്രനാണ് പറഞ്ഞത്. രൂപകം കവി പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അവിടെ രൂപകധ്വനി. വേറൊരു ഉദാഹരണം കൂടി പറയും. ഒരു മാൻ ഓടുകയാണ് അത്രേ. അത് മാഘന്റെ ശിശുപാലവത്തിലുണ്ട്. ആ മാൻ ഓടുന്ന സമയത്ത് പേടിച്ച് ഓടുകയാണ്. അപ്പോൾ സൈനികന്മാരൊക്കെ വന്നപ്പോൾ അപ്പൊ ആ മാന് എന്താ വെച്ചാൽ ആ മാനിനെ ആരും ഒന്നും ചെയ്തില്ല, മാനിനെ സൈനികന്മാരൊന്നും ചെയ്തില്ല. പക്ഷെ ആ പേടിച്ചോടി. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ മാനിന്റെ അവിടെയുള്ള നഗരാങ്കനമാരുടെ കണ്ണുകളുടെ മുമ്പിൽ തൻ്റെ കണ്ണുകളുടെ ഭംഗി നിഷ്പ്രഭമാണല്ലോ എന്ന് അറിഞ്ഞിട്ട് ഓടി എന്നാണ് ഇത് കവി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉൽപ്രേക്ഷയാണ് പറഞ്ഞത്. ഉൽപ്രേക്ഷയാണെങ്കിൽ അത് എന്ന് തോന്നുമാറെന്ന് പറഞ്ഞു, ഇവിടെ തോന്നുമാറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉൽപ്രേക്ഷ ധ്വനിയാണ്. അതാണ് അലങ്കാരധ്വനി. രസധ്വനിയുടെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ശാകുന്തളം രസധ്വനിക്ക് ഉദാഹരണമാണ്, മേഘസന്ദേശ രസധ്വനിക്ക് ഉദാഹരണമാണ്, കാളിദാസ കാവ്യങ്ങളെല്ലാം. അതുപോലെ നമ്മുടെ രാമായണം കരുണ രസധ്വനിക്ക് ഉദാഹരണമാണ്, ശാന്തരസത്തിന് ഉദാഹരണമാണ് നമ്മുടെ മഹാഭാരതം. ഇപ്പോൾ കാളിദാസിന്റെ ശകുന്തളം നോക്കുവാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ നോക്കിക്കുന്ന കരുണരസല്ലേ, അതൊക്കെ രസധ്വനിക്ക് ഉദാഹരണമാണ്. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ മിക്കവാറും ഓരോ ഞാൻ പറഞ്ഞില്ലേ ആത്മവിദ്യാലയം, അതൊക്കെ രസധ്വനിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിന് തെറ്റൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ തരത്തിൽ. ഞാനത് പറയാൻ തുടങ്ങിയത് ഇങ്ങനെ ടെക്നിക്കാലിറ്റി നീണ്ടുപോയോ എന്നുള്ള പേടിച്ചിട്ടാണ്. അതില് സാർ ഇപ്പൊ നല്ല ക്ലിയർ ആയി. ഒരൊറ്റ സാർ ചോദിച്ച ഒരു പോയിന്റ് എന്താ, ആ വ്യംഗ്യാർത്ഥത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിലാണ് ധ്വനി എന്ന് പറഞ്ഞു. എന്നിട്ട് സാറ് ഒരു ഉദാഹരണം അതിന് പറഞ്ഞു. അത് ജഗന്നാഥ പണ്ഡിതന്റെ ആണെന്നാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്, എനിക്ക് ഉറപ്പില്ലാതെ. അത് എന്താ ദുർഭാഗ്യം കൊണ്ട് വന്ന ആ ഒരു അതൊന്നുകൂടെ പറയാമോ ആ ഉദാഹരണം? അതെന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഇടയ്ക്ക് കവികൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇതൊരു വളരെ രസകരമായിട്ടുള്ള രംഗം. ഒരു നായകൻ അവിടെ പണ്ടത്തെ കാലത്ത് ഉള്ളതാണ്. ഒരു നായകൻ ഒരു പൂമരത്തിന്റെ മുകളിൽ കയറിയിട്ട് പൂക്കള് അങ്ങനെ ആ മരം കുലുക്കുകയാണ്. ആ മരം കുലുക്കുമ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വീഴുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കാമിനി താഴ്ത്തിയിരിക്കുന്നുണ്ട്. എന്നാ പിടിച്ചോളൂ എന്ന് പറയുമ്പോൾ പേര് മാറി. അങ്ങനെ ഒരു കഥയാണ്. വേറൊരു സ്ത്രീയുടെ പേര്. അപ്പൊ ഈ രംഗം ഇത് ആലോചിച്ച് നോക്കുക. ആ വേറൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ടു വളരെ പ്രണയത്തോട് കൂടിയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഇവളെന്ത് ചെയ്തു പറഞ്ഞാൽ കിഞ്ചിത് പൂജയെ അവളൊന്നും പറഞ്ഞില്ല. കേവലം ലിലേഖ ബാഷ്പാകുല ലോചനാഭവം, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് നിലത്ത് എഴുതി. നിങ്ങൾ ഈ കാൽനരം കൊണ്ടൊരു വര വെച്ചതൊക്കെ ഇന്ന് എടുത്തിട്ടുള്ള വയലാറോ ആരോ വെച്ചാല് ലിലേഖ ബാഷ്പാകുല വെറുതെ ഭൂമിയിൽ എഴുതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ പറയുമ്പോൾ അത് വളരെ ക്ലിയർ ആയി പോയി. ആ വ്യംഗ്യാർത്ഥം നമുക്ക് വളരെ വ്യംഗ്യമായിട്ട് നിൽക്കുന്നതിന് വരെ വാച്യം പോലെ ആയിട്ട്. അതുകൊണ്ട് അത് ഒരു ധ്വനിയുടെ ഒരു ലെവലിലെത്തി മനോഹരമായിട്ടുള്ള കവിതയാണ്. അത് മോശമാവുന്നൊരു ആൻഡോണിന്റെ അഭിപ്രായമില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണത്തിന് കൂടി കുറച്ചുകൂടി രസകരമായിട്ടുള്ളതാണ്. ഈ നമ്മുടെ ശിവനെ തപസ് ചെയ്തിട്ട് പാർവതി സ്വന്തമാക്കിയല്ലോ. എന്നിട്ട് അപ്പോൾ പാർവതിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് പാർവതിയുടെ കാല് തോഴിമാരെല്ലാവരും കൂടിയിട്ട് ഈ ചെമ്പഞ്ഞിൻ ചാറ് എന്ന് പറയുന്ന സാധനമാണ്, അത് അലക്തകം എന്ന് പറയും, അത് ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഇന്ന് ടാറ്റു ഒക്കെ ചെയ്യണില്ല, അതുപോലെ കാല് ഡെക്കറേറ്റ് ചെയ്യണം. ആ സമയത്ത് ഈ തോഴി പറയും, എന്താ പറയുക, മത്യുശിരശ്ചന്ദ്രകലാമനേന സ്പൃശ, ഭർത്താവിന്റെ തലയിലുള്ള ചന്ദ്രനെ ഈ കാലുകൊണ്ട് വേണം നീ തൊടാൻ എന്നാണ് പറയുന്നത്.
നല്ല ചവിട്ട് കൊടുക്കണം എന്നുള്ളതാണ് എന്ന് പറയുന്നൊരു പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കാളിദാസൻ പറഞ്ഞാണ് സത്യശിരശ്ചന്ദ്ര കലാമണിയില് സ്പൃശേത് സഖ്യ പരിഹാസപൂർവ്വം എന്ന് പറഞ്ഞ സമയത്ത് ഈ പാർവതി എന്ത് ചോദിച്ചാൽ മാലിന താം നിർവചനം ജഖാനാണ്. തൻ്റെ കയ്യിലുള്ള മാല കൊണ്ട് അവളെ അക്ഷരമൊന്നും മിണ്ടാതെ ഒരു അടി കൊടുത്തു എന്നാണ്. നല്ല രംഗമാണ് അല്ലേ, മനോഹരമായിട്ടുള്ള രംഗമാണ്. അപ്പൊ ഈ നിർവചനം എന്ന് പറയേണ്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞു. ഒന്നും പറയാതെ, ഒന്നും ഉരിയാടാതെ. ഈ ഒന്നും ഉരിയാടാതെ എന്ന് പറയുമ്പോൾ ഏകദേശം ആ വ്യംഗ്യാർത്ഥം നമുക്ക് ക്ലിയർ ആവും. അതല്ലാതെ വെറുതെ അടിയെടുത്തു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഈ കവികൾ ചിലപ്പോഴൊക്കെ എക്സ്പോസ് ചെയ്യും. ഈ ഫിലിമ എക്സ്പോസ് ചെയ്താൽ പോയില്ലേ, അതുപോലെയാണ് വെളിച്ചത്തിലേക്ക് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പണ്ടത്തെ കാലത്തെ കാര്യമാണ്, ഇപ്പോഴത്തെ ഡിജിറ്റൽ അല്ല പറയുന്നത്. അതുപോലെ വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വെക്കേണ്ട സാധനമാണ്, അതിന് പുറത്തേക്ക് എടുക്കാൻ പാടില്ല. വളരെ നന്ദി സാർ. നമസ്തേ. അതുപോലെ സാറ് ഒരു കാര്യം സാറ് സൂചിപ്പിച്ചത്, അക്ഷരങ്ങൾക്ക് അർത്ഥമില്ല, ചേർന്നിട്ട് അതിൽ നിന്ന് അതിന്റെ പിന്നിലൊരു ഭാവവും കൂടി ചേരുമ്പോഴാണ് അതിനർത്ഥം വരുന്നതെന്ന് പറഞ്ഞിരുന്നുള്ളത്. അത് വാസ്തവത്തിൽ നമ്മൾ കേൾക്കത്തില്ല. ബാർത്തിന്റെ മിത്തോളജി എന്നൊരു പുസ്തകത്തില് മിത്തോളജം എന്ന് പറയുന്നതിനെ ഇതേ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതായത് ഓരോ വാക്കും നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു പ്രത്യേകം ചെറിയ ചെറിയ കഥകൾ പോലെ. കാക്ക വന്നു കഴിഞ്ഞാൽ കാക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു കഥ രൂപപ്പെടുക കാക്കയുമായി ബന്ധമില്ല. അല്ലാതെ കാക്ക എന്നുള്ള അക്ഷരത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ഈ ബാർത്തിന്റെ മിത്തോളജി എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അത് സാറ് പറഞ്ഞത് ഇതുമായിട്ട് അങ്ങനെയുള്ള ബന്ധം ഉണ്ടോ? അത് നമ്മുടെ കൺസെപ്റ്റ് അല്ലേ വാസ്തവത്തില്? വാസ്തവത്തില് ബാർത്ത് ഒക്കെ ഒരു സ്ട്രക്ചറലിസ്റ്റ് ആയിട്ട് തുടങ്ങി പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് ആയിട്ടുള്ള എഴുതുകാരനാണ് ബാർത്ത്. അപ്പൊ ബാർത്തും അതിനു മുമ്പുള്ള ഇതുണ്ടല്ലോ യാക്കോബ്സൺ, അതുപോലെ അവരൊക്കെ ഈ സ്ട്രക്ചറലിസ്റ്റ് ഘടനാവാദത്തില് അതിന് മുമ്പുള്ള നമ്മുടെ സൊസ്യൂർ മുതലുള്ളത്. സൊസ്യൂറൊക്കെ പറഞ്ഞത് ഈ ഭാഷ എന്നുള്ള സംസ്കാരത്തിന്റെ രൂപമായിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഈ ഭാഷാശാസ്ത്രത്തിന്റെ സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം ഈ സാംസ്കാരിക ഘടനകളൊക്കെ അപഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് മിത്തുകളൊക്കെ നമുക്ക് അപഗ്രഹിക്കുക. അപ്പൊ ഒരു ഭാഷ എടുത്ത് നോക്കുമ്പോൾ ഫൊണീംസിനെ വേർതിരിച്ചെടുക്കുമല്ലോ നമ്മള്, സ്വനിമങ്ങളെ വേർതിരിച്ചെടുക്കാം. അതുപോലെ ഒരു മിത്ത് എടുത്ത് നോക്കുമ്പോൾ അതിന് മിത്തീമുകളായിട്ട് തിരിക്കാൻ പറ്റും. ഈ മിത്തീമുകൾ പലതരം ചേരുവകൾ കൂടിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ആ മിത്തീമുകൾക്കൊക്കെ അതിൻ്റെതായ അർത്ഥവ്യാപ്തി ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു അർത്ഥം ഉണ്ടാവുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് കുറച്ചു വ്യംഗ്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നില്ല, പക്ഷെ അതുമായിട്ട് നമുക്ക് വളരെയധികം ബന്ധപ്പെടുത്താവുന്നതാണ്. മിത്തുകളൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ പല തലങ്ങളും വരുന്നുണ്ട്. ഈ പേരുകൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ദുഷ്യന്തം എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് നമ്മുടെ മനസ്സിനെ പിന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഒരു സഞ്ചിത സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകും അല്ലേ? ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അച്ഛനമ്മമാരോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്കുള്ള പേരിന് ഒരു പര്യായം ഇടാത്ത എന്താന്ന് ചോദിച്ചു പോകും. അപ്പോൾ നല്ല മൂഡിലാവുമ്പോൾ ചോദിക്കും, തല്ലുകൊള്ളാത്ത മൂഡിലാണെങ്കിൽ എന്ന് പറയും. അപ്പൊ അവര് പറയും, അത് ഞങ്ങൾക്ക് ചില തലങ്ങൾ കിട്ടിയിരുന്നു, അതുകൊണ്ടാണോ പേര് വന്നത്. നമ്മൾ ഒരു പേരിടുമ്പോഴൊക്കെ അങ്ങനെ വരുന്നത്. അവിടെയൊക്കെ എന്തൊക്കെയോ ധ്വനിക്കുന്നുണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഈ ധ്വനിപ്പിക്കുക എന്നുള്ളത് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ ഒരു എന്തിനാ ഞാൻ പറയാം, ഒരു സ്വീകരണ മുറി, ഒരു ആർക്കിടെക്ചർ എടുത്ത് നോക്കുമ്പോൾ, ഇന്റീരിയർ ഡെക്കറേഷൻ എടുത്ത് നോക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ അലങ്കരിക്കുന്ന സമയത്ത് ഒരു തീം ഡെവലപ്പ് ചെയ്തിട്ട് അതായത് നമ്മൾ പറയും ഇവിടെ അംഗീയായിട്ടുള്ള രസത്തിന് വേണ്ടി മറ്റുള്ളെല്ലാം നിൽക്കുന്നത് പോലെ ഒരു മുഖ്യമായിട്ടുള്ള ഒരു തീം എടുത്തിട്ട് ആ തീമിനെ ഡെവലപ്പ് ചെയ്തിട്ടല്ലേ ഈ ഇന്റീരിയർ ഡെക്കറേഷൻ മുഴുവൻ പോകുന്നത് അല്ലേ? അതിൻ്റെ ഒരു വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ബിൽഡിംഗ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരു പ്രസ്താവമാണത് അല്ലെ? അങ്ങനെയുള്ളതാണ് ഒരു കലാപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയർമാർ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകളൊന്നും അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഒരു ശില്പി ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ടാവും. ഒരു നഗരത്തിന് പോലും ഒരു മീനിങ് ഉണ്ടാവും. അങ്ങനെ ഒരു തലങ്ങളുണ്ട്. അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഈ നമുക്ക് ചുറ്റുള്ള പ്രപഞ്ചം പോലും നമ്മളെ വ്യംഗ്യമായിട്ടുള്ള പലതും നമ്മളോട് പറയുന്നുണ്ടാവും. നമ്മുടെ മനസ്സിൽ തോന്നുന്ന നമുക്കത് അതിന് പറയാൻ പറ്റില്ല. കുഞ്ഞിരാം നായരൊക്കെ അങ്ങനെയാണ്. കുഞ്ഞിരാം നായർ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ വീട്ടിലെ മാവിന്റെ ഇലകൾ ഇളകുണ്ടാവും. അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു, പോവണ്ട എന്ന് മാവിന്റെ ഇലകൾ പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം എഴുതാം. നമ്മൾ വിചാരിക്കുന്നത് വട്ട് പറയല്ലേ, പക്ഷെ അതല്ല, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ തോന്നും. നമുക്ക് പറയാനുള്ള ധൈര്യമോ ശേഷിയോ ഇല്ലാണ്ടായിരിക്കും. അങ്ങനെ കവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ അകക്കണ്ണ് തുറന്നിട്ടുള്ളതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാം സിമ്പിൾസ് ആയിട്ട് മാറുന്നത്.
ഞാൻ ചുരുക്കി വേറൊരു കാര്യം വിട്ടുപോയത്, ഈ സിംബലിസമായിട്ട് വളരെ ബന്ധമുള്ളതാണ് ധ്വനി. ലോകത്തിലെ എല്ലാ വസ്തുക്കളും സിംബലുകളായിട്ടാണ് അവർ കാണുന്നത്. ധ്വനിയൊക്കെ സിംബലുകളാണ്. അതുകൊണ്ടാണല്ലോ സാസൂർ ആ സിംബൽ വെച്ച് പറയും. ഇവിടെ ഞാൻ പറയുന്ന ദരിദ്ര വന്നു കഴിഞ്ഞ് പല പാഠങ്ങൾ ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലും ഓരോ വാക്കുകൾ പലതായിട്ട് ധ്വനിക്കുന്നത് കൊണ്ടാണല്ലോ പുതിയ പാഠങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പുതിയ പുതിയ പാഠങ്ങൾ ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഏതൊരു മഹത്തായ രചനയും നമ്മൾ ഇന്ന് നോക്കിക്കാണുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ പുതിയ അർത്ഥങ്ങൾ ധ്വനിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതല്ലേ ഒരു കവിയുടെ വലിയ മഹത്വം അത് തന്നെയാണ്. അതെ, വളരെ കറക്റ്റാണ്. അത് എത്ര അർത്ഥരാശികളെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നു അതിന് നിമിത്തായി തീരാ. എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഇന്ദുലേഖ എടുത്തു നോക്കൂ. ഇന്ദുലേഖ എത്രയോ കാലം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. ഇന്നും അതിനെ പറ്റി പഠനങ്ങൾ പ്രതികൂലമായിട്ടും ഉണ്ടാവും കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ അർത്ഥരാശികളെ ഉത്പാദിപ്പിക്കാൻ അതിന് സാധിക്കുന്നു. അത് ഈ കൃതികൾക്കൊക്കെ സാധിക്കുന്നുണ്ട്. അതാണ് ആ കൃതികളുടെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് കൃതികളുടെ അടുത്തോളം എടശ്ശേരി ആയാലും ശരി, വൈലോപ്പിള്ളി ആയാലും അവരുടെയൊക്കെ കൃതികൾക്ക് ഈ തരത്തിലുള്ള ഒരു അർത്ഥോൽപാദന ക്ഷമത്വമുണ്ട്. അതുകൊണ്ട് ഈ ആനന്ദവർദ്ധനോട് കവികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വിഷയദാരിദ്ര്യം എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അനേകം തലങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് വായനക്കാരനും ശരി, അധ്യാപകരാണ് നമുക്കും അതെ. നമ്മൾ പറയും ഇതിപ്പോൾ 30 കൊല്ലം ഞാൻ ഈ വിഷയം എടുത്തെന്ന് പറയും അല്ലേ. എനിക്ക് തോന്നുന്നു 50 കൊല്ലം ശാകുന്തളം പഠിപ്പിച്ചാലും അതിൽ നമുക്ക് എന്തെങ്കിലും പുതുത് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ധ്വനി ഇതെല്ലാം ശരിക്കും ആ ഭാഷാ കേന്ദ്രിതമായ ഒരു ഇതിലല്ലേ നിൽക്കുന്നത്. നമ്മളിപ്പം ആധുനിക സ്ഥലത്തിൽ ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഫ്രോയിഡിയൻ തിയറിയെ ഭാഷയായിട്ട് കണക്ട് ചെയ്ത് ജാക്ക് ലെക്കാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബാക്കി പിന്നീട് ഈ ഭാഷാ കേന്ദ്രിതമായിട്ട് സ്ട്രക്ചറലിസം പോസ്റ്റ് സ്ട്രക്ചറലിസം ഒക്കെ വന്നത് ഇതുമായിട്ട് വലിയ ബന്ധമാണ് ഈ ധ്വനിക്കുന്നത്. ശരിക്കും വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ സ്റ്റഡിയിലെ ഈ ധ്വനിക്കുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ശരിക്കും ശരിയാണ്, ടീച്ചർ പറഞ്ഞത് ശരിയാണ്. അതിൽ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഈ ഇവിടെ ഇന്ത്യൻ ചിന്തകർ ആനന്ദവർദ്ധനും അഭിനവത്തിനൊക്കെ ഊന്നിയത് ആ ക്രിയേറ്റിവിറ്റിയിലാണ്, സർഗാത്മകത. അത് മറ്റേത് കുറച്ചുകൂടി സാങ്കേതിക രീതിയിലാണ് മറ്റൊരു പോകുന്നത്. അവരെ അനലൈസ് ചെയ്യാണ് ചെയ്യുക. ഇവരതല്ല, ഇവർ കവികളോടാണ് കൂടുതൽ പറയുന്നത്. അപ്പൊ കവികളുടെ മനസ്സിൽ ആനന്ദവർദ്ധൻ പറയും അപാരേ കാവ്യ സംസാരേ കവിരേക പ്രജാപതി. അപാരമായിട്ടുള്ള കാവ്യ സംസാരത്തിൽ കവിയാണ് പ്രജാപതി. യഥാസ്മൈ രോചതേ വിശ്വം തഥേതം പരിവർത്തത. ഇയാൾക്ക് എങ്ങനെ തോന്നുന്നു അങ്ങനെ ഈ ലോകം മാറി മറിയുന്നു, മാറ്റിമറിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. അയാൾ ശൃംഗാരിയാണെങ്കിൽ ലോകം മുഴുവൻ ശൃംഗാരമായിരിക്കും. അയാൾ വീതരാഗനാണ് വിചാരിക്കുക. വൈരാഗ്യമാണെങ്കിൽ അതും പോലെ ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് ചുറ്റും എത്ര ഉദാഹരണങ്ങളുണ്ട്. ശങ്കരാചാര്യരൊക്കെ എഴുതുന്ന സമയത്ത് എന്താ എഴുതുക? ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട് അല്ലേ, നമുക്ക് അംഗം വാർദ്ധക്യത്തിനെ കുറിച്ചിട്ടും അതുപോലെ ജീവിതത്തിന്റെ നിസ്സാരതയെ കുറിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ കവിതയിൽ എഴുതുന്നത്. കാളിദാസനാവുമ്പോൾ അങ്ങനെയല്ല, ജീവിതത്തിന്റെ നവത്വത്തിനെ കുറിച്ചിട്ടും യൗവനത്തിനെ കുറിച്ചിട്ടാണ്. അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ ആ ക്രിയേറ്റിവിറ്റി ഇതാണ്. ഈ നമ്മൾ സാഹിത്യത്തെ ഭാഷയുടെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള തലം കാണണമെങ്കിൽ സാഹിത്യം വായിക്കണം. സാഹിത്യത്തിൽ കൂടെയാണ് ഭാഷ ഉണ്ടാകുന്നത്. സാഹിത്യത്തിൽ കൂടെയാണ് ഈ മെറ്റഫറും ഒക്കെ ഉണ്ടാവുന്നത്. ഒരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. ഓ പറയൂ. ഹെർമൻ ആണ് സർ. ഹെർമൻ. ഹലോ, ഇപ്പൊ എവിടെയാണ്? ഈ സർ ഞാൻ ഇപ്പൊ കാലടി സർവകലാശാലയാണ്. ഓക്കെ ഓക്കെ, ശരി, പറയൂ സർ. ഈ മോഡുലേഷൻ ഡിഫറൻസിൽ വരുന്ന ധ്വനി ഉണ്ടല്ലോ. ഇപ്പൊ സാർ ഇപ്പൊ വസ്തുധ്വനി, അലങ്കാരധ്വനി, രസധ്വനി പറഞ്ഞു. അപ്പൊ ഈ രേഖീയ വ്യവഹാരത്തില് ഒരു അർത്ഥവ്യത്യാസം ഇല്ലാത്തൊരു ചെറിയ സെന്റൻസ് ഇതിൽ മോഡുലേഷനിൽ വരുന്ന ഡിഫറൻസിലൂടെ ധ്വനിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ പ്രഭാഷണകല രാജേന്ദ്രൻ സർ ഇങ്ങനെ പറഞ്ഞു, അതിനകത്തൊരു ധ്വനിയുണ്ട്. പ്രഭാഷണകല രാജേന്ദ്രൻ സർ പ്രഭാഷണകല രാജേന്ദ്രൻ സാർ. ഇത് തന്നെ ഈ 3 തരത്തിലോ അല്ലെങ്കിൽ അതിലും ഏറെ മോഡുലേഷൻ കൊടുത്ത് നമുക്ക് പറയാം. അതിനകത്ത് അർത്ഥവ്യത്യാസം ഇല്ല, പക്ഷെ ഒരുപാട് ധ്വനി വ്യത്യാസം ഉണ്ടല്ലോ. ഇത് 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 ഏത് കാറ്റഗറിയിൽ പെടും? ഈ വസ്തുധ്വനി മാത്രമുള്ളോ? ഈ വസ്തുധ്വനി, രസധ്വനി, അലങ്കാരധ്വനി കൂടാതെ വേറെ ഏതെങ്കിലും കാറ്റഗറിയിൽ നമുക്ക് കാണാവോ? അതോ ഇത് എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക സാർ? അതിന് വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ കാക്കുവാക്ഷിത്വം, കാക്കു എന്നാണ് പറയുക സംസ്കൃതത്തില്, ഈ വോയിസ് മോഡുലേഷനിൽ വരുന്ന ഇന്റർനേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ
പിന്നെ ഒരു എന്തെങ്കിലും നമ്മളോട് വളരെ ഭയങ്കരമായിട്ടൊരു തെറ്റ് ചെയ്തുള്ള ഒരാളെ കണ്ട നല്ല ഉപകാരമായിട്ടോ ഒന്നും നമ്മൾ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ് അർത്ഥം. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത് കുറച്ച് പ്രകടമല്ലേ എന്നൊരു സംശയമുണ്ട്. അത് അത് ആകുകൊണ്ട് കിട്ടും, നമുക്ക് എല്ലാവർക്കും അത് പെട്ടെന്ന് മനസ്സിലാവും. ഈ ധ്വനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ പിടിതരില്ല, അത് അതിലപ്പുറത്തേക്ക് നിൽക്കും. ഈ കാകൊക്കെ നമ്മൾ ഉപയോഗിക്കും, കാഗ് എവിടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആക്ടിങ്ങിലൊക്കെ ഉപയോഗിക്കും. അപ്പൊ അത്രയും നമ്മൾ എടുക്കുന്നു. ശരി, അപ്പൊ ഇനി കൂടുതൽ സംശയം ഉണ്ടോ? ശരി, ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ സാർ. സാറേ, ഈ അഭിനവ് ഗുപ്തൻ ശരിക്കും ധ്വനിവാദി ആയിട്ട് ധ്വനി അംഗീകരിച്ചിരുന്ന ഒരു ആചാര്യനായിരുന്നല്ലോ. പക്ഷെ അദ്ദേഹം ഈ രസ സിദ്ധാന്തത്തിന്റെ 4 വ്യാഖ്യാതാവില് അദ്ദേഹത്തിന്റെ അഭിവ്യക്തിവാദം വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയൊന്ന് സാറൊന്ന് അതൊന്ന് വ്യക്തമാക്കി തരാമോ? അത് എങ്ങനെയാന്ന് പറഞ്ഞാല് ആനന്ദവർദ്ധന അതിനെ പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല. അഭിനവ് തന്നെ ഈ രസസൂത്രത്തിനെ കുറിച്ചൊന്നും ആനന്ദവർദ്ധനം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കവിതയെ പറ്റി പറഞ്ഞു. ഈ രസസൂത്രമൊക്കെ ഒരു നാട്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത് വ്യാഖ്യാനിക്കുന്ന സമയത്ത് അഭിനവത്തിന് എന്ത് ചെയ്തു വെച്ചാൽ ഈ ധ്വനി ദർശനവും അദ്ദേഹത്തിന്റെ ശൈവ പ്രത്യഭിജ്ഞാ ദർശനവും അതുപോലെ നാട്യവും കൂടി യോജിപ്പിച്ചിട്ട് രസം സഹൃദയന്റെ മനസ്സിൽ അഭിവ്യക്തമായി തീരുകയാണെന്ന് പറയും. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല് ഏത് ആളുകളുടെ വ്യക്തികളും നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വികാരങ്ങളുടെ വാസന ഉണ്ടെന്നാണ്. ഈ വാസനാത്മകമായിട്ട് ഈ വികാരങ്ങളുണ്ട്. ഈ വികാരങ്ങൾ ഇങ്ങനെ പ്രകാശിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ വികാരങ്ങളെ പ്രകാശിപ്പിക്കുക, വ്യഞ്ജിപ്പിക്കുകയാണ് ഈ സാഹിത്യകാദി കലകൾ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഇതിനെ ഇണക്കി ചേർത്തു, അഭിവ്യക്തിവാദം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വികാരം, അവിടെ നിങ്ങൾ കബീറൊക്കെ പറയാറുണ്ടല്ലോ, എന്താ ഈ കസ്തൂരിമാൻ തൻ്റെ ഉള്ളിൽ നാഭിയിൽ നിന്ന് വരുന്ന ഗന്ധം അറിയാതെ മറ്റും നടക്കുന്നവരുടെ നമ്മുടെ തന്നെ ഉള്ളിലുള്ളതാണ് ഇതൊക്കെ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം. വികാരങ്ങളൊക്കെ അതില്ലാത്തവർക്ക് വികാരത്തിന് ആസ്വദിക്കാൻ പറ്റില്ല. വൈകാരികമായിട്ടുള്ള അത്തരത്തിലുള്ളതില്ലാത്തവർക്ക് സാധിക്കില്ല. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു. ശരി, അപ്പൊ ഒന്ന് കുറച്ച് നീണ്ടുപോയി. ഇവിടെ ഞാൻ സിംഗപ്പൂരായതുകൊണ്ട് 8:30 മണിയായി. സാറേ അപ്പൊ അവസാനിപ്പിച്ചാലോ സാറേ? ഓക്കെ, അവസാനിപ്പിക്കാം. അധ്യക്ഷൻ ഡോക്ടർ മോഹനൻ സാറ്, സെക്രട്ടറി വഞ്ച ടീച്ചർ, ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ സി രാജേന്ദ്രൻ സാറ്, അതുപോലെ ഗൂഗിൾ മീറ്റ് വഴിയും നമ്മുടെ യൂട്യൂബ് ലൈവിലും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകര്, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാൻ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രഭാഷണ പരമ്പരയിൽ ധ്വനി ദർശനം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് രാജേന്ദ്രൻ സാറിനെ പോലെയുള്ള ഇത്ര ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തിയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട്, അനുഗ്രഹമായിട്ട് തന്നെ കരുതുകയാണ്. കാരണം സാറ് ആ ആനന്ദവർദ്ധനാചാര്യന്റെ ദർശനത്തെ ഇത്ര ലളിതമായ രീതിയിൽ ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വളരെ ലളിതമായ ശൈലിയിൽ, സരസമായ ശൈലിയിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമകാലീന പ്രസക്തിയെ കുറിച്ച് വരെ നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടിട്ടുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് സാർ. ഭാരതീയ സാഹിത്യ പ്രതിഷ്ഠാന്റെ ഓരോ അംഗങ്ങളുടെ പേരിലും സാറിന് അകൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു.